എന്ത് ഡാർക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടെങ്കിലും ഇപ്പം തന്നെ യൂട്യൂബിൽ വെച്ച് കാണുന്ന സിനിമകൾ ഇവരുടെ പടങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ എമ്പുരാനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കുറവ് മനസ്സിലാവുന്നത്. അന്നത്തെ ശബ്ദവും ഈ രണ്ട് സിനിമകളും അപാരമായ വെളിച്ചമുള്ള സിനിമകളാണ്. ഇറങ്ങിവിടുന്നു ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണം. സിനിമയുടെ ഒപ്പം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുമില്ല. നിനക്കില്ലാത്ത അവാർഡ് ഞങ്ങൾക്ക് വേണ്ട. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് ഡേർട്ടി അല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? 2024 വരെ അല്ലെങ്കിൽ 23 വരെ വേണ്ടി വന്നു ആ ചോദ്യം ചോദിക്കാൻ. നമ്മൾ സിനിമയിലൂടെ തുറന്ന് ചോദിക്കാം. ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ പറ്റിക്കും. പക്ഷെ 9 പേര് നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് ഏത് സിനിമ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ? എനിക്ക് പറഞ്ഞു തരൂ. നമസ്കാരം, എല്ലാവർക്കും ഈ സ്പെഷ്യൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ റെഗുലറായിട്ട് പോഡ്കാസ്റ്റുകൾ ചെയ്യുന്ന ആളല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനോ അല്ലെങ്കിൽ പ്രത്യേക വിശിഷ്ടമായ വ്യക്തികളൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മളുമായിട്ട് ഇവിടെ സംവദിക്കാൻ ആയിട്ടൊരു വളരെ വിശിഷ്ട വ്യക്തിത്വമുണ്ട്. അതിന് റീസൺ റിലവൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് ഈ ഒരു ഡിസ്കഷനിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലയാള സിനിമ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ഡെപ്തിൽ മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ന് നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലുള്ള മാഗസിനുകളും പബ്ലിക്കേഷനുകളും ഒക്കെ പല റീസൺസ് പലതാവാം. പക്ഷേ എനി വിച്ച് വേ മലയാളം സിനിമ ഇന്ന് ലൈം ലൈറ്റിലുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് നമുക്കൊരു എന്തുകൊണ്ട് ആ മേഖലയിൽ തന്നെ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയുമായി നമുക്കൊന്ന് സംവദിക്കാമെന്ന്. എന്നോടൊപ്പം ഇന്നിവിടെ ഉള്ളത് മലയാള സിനിമയിലെ ഗുഡ് ഫീൽ അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവികൾ, ആ ഒരു കാറ്റഗറി, ആ ഒരു ജോണറിൽ വരുന്ന മൂവികളിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മൂവികൾ ചെയ്തിട്ടുള്ള ശ്രീ ജിസ് ജോയാണ്. ജിസ് ജോയ്, സ്വാഗതം. നമസ്കാരം സാർ. ജിസ് ജോയിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ അതുകൊണ്ടൊരു ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ ഇരുന്ന സമയത്താണല്ലോ ഇങ്ങനൊരു പോഡ്കാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചത്. അത് സെയിം ടൈം എനിക്ക് ജിസ് ജോയിയായിട്ടുള്ള പരിചയം വർഷങ്ങളോളം പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് സിനിമ നിർത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജിസ് ജോയുടെ പ്രധാന മേഖല സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം യു ആർ ഓൾസോ ഇൻ ടു അഡ്വർടൈസിംഗ് അല്ലേ? ആർട്ട് ഫിലിം മേക്കിങ്ങിലും ഉണ്ടല്ലോ, ഡബിങ്ങും ഉണ്ട്. അത് എനിക്കൊന്നും മലയാളികൾക്ക് അറിയില്ലായിരിക്കും. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. തീർച്ചയായിട്ടും പുഷ്പ വാച്ച് ചെയ്ത ആൾക്കാരും അല്ലു അർജുനെ കുറിച്ച് അറിയാവുന്നവർക്കും ജിസ് ജോയിയെ മിസ്സാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു കണക്ഷൻ വന്നത്? അല്ല, അത് ഞാൻ എൻ്റെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. 2000 അന്ന് സീരിയൽസിലാണ് തുടങ്ങുന്നത്. പക്ഷേ 2002 ഒക്കെ ആയപ്പോഴത്തേക്കും സിനിമ ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഡബിങ്. പിന്നെ 2004 ആയപ്പോൾ അല്ലു അർജുൻ വന്നല്ലോ. അപ്പോൾ 2004 വന്നു, ആര്യ വന്നു. അപ്പോൾ ആര്യയിലാണ് ആദ്യമായിട്ട് അല്ലുവിനെ ഡബ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി സിനിമകൾ അല്ലുവിൻ്റെ ശബ്ദമായി നമ്മൾ മാറി. അതെ. ആ സമയത്ത് പാരലലി കുറേ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മറ്റ് സംവിധായകരുടെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. ഡബിങ് എല്ലാവരുടെയും, ഫാസിൽ സാറിൻ്റെ ആണ്, ഇപ്പോൾ ശ്രീ മലൽ സാറിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹരിഹരൻ സാറിൻ്റെ, എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും, ജയരാജ് സാർ, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വോയിസ് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കിട്ടിയത് അല്ലു അർജുന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഓഡിയൻസിൽ ഉണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ശബ്ദം ഇപ്പോൾ അല്ലു അർജുൻ്റെ ശബ്ദമായി ആൾക്കാർ കാണുന്ന സമയത്ത് പിന്നെ ഒരു ഹീറോയ്ക്ക് അതേ വോയിസ് വന്നാൽ അത് പിന്നീട് എനിക്ക് പണിയായിട്ടുണ്ട്. കാരണം അത് പിന്നീട് ഒരു സിനിമയുടെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് സിബി മലൽ സാറിൻ്റെ സിനിമയായിരുന്നു. അത് തീരാൻ ഒരു 3 സീനുള്ളപ്പോഴാണ്, ഹീറോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ വോയിസ്. ആ സിനിമയുടെ ഡബിങ് മൊത്തം തീരാൻ 3-4 സീൻസും കൂടെ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സിബി സാറ് വരുന്നത്. ഡബിങ് തൃശ്ശൂരായിരുന്നു, അപൂർവ രാഗം എന്നായിരുന്നു സിനിമയുടെ പേര്. അപ്പോഴാണ് സിബി സാറ് വോയിസ് നോട്ടീസ് ചെയ്യുന്നതും പുള്ളി എന്നോട് ചോദിക്കുന്നു, അയ്യോ ജിസ് ക്ഷമിക്കണം, അതിങ്ങനെ ഈ അസിസ്റ്റൻസിന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയതാണ്. എനിക്കിത് കേട്ടപ്പോഴേ മനസ്സിലായി അല്ലുവിൻ്റെ വോയിസ് ആണെന്നുള്ളത്. അപ്പോൾ സെയിം വോയിസ് ഈ കഥാപാത്രത്തിന് വന്നാൽ അത് നന്നാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് നിർത്തിയതാണ് ഈ ഹീറോ പരിപാടി. പിന്നെ എന്നെ വിളിക്കുന്നവരോട് ഞാൻ തന്നെ പറയും ഞാനില്ല. ഈ അടുത്ത് ജോർജ് സാറിൻ്റെ പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ പോലും വിളിച്ചിരുന്നു. അപ്പോഴും ഞാൻ വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞ് മനസ്സിലാക്കി, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മറ്റേ അല്ലുവാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ പൊതുവേ അല്ലുവിന് ഇപ്പം നമ്മളെ ലൂസിഫർ തന്നെയാണെങ്കിലും മറ്റേ വിവേക് ഓബറോയുടെ
ശബ്ദം വിനീത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനപ്പം പലരോടും പറഞ്ഞു ഇനി കഴിഞ്ഞ് വിനീതിന് വേണ്ടി ആരെങ്കിലും ചെയ്യേണ്ടി വരും, കാരണം ഈ ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്നുള്ളൊരു ധാരണ വരുമല്ലോ. അതെ അതെ, കറക്റ്റ്. വിനീതേട്ടൻ്റെ നല്ല വോയിസാണ്. അപ്പോൾ അത് ശരി, ആ സിനിമയിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ എമ്പുരാനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കുറവ് മനസ്സിലാവുന്നത്. അന്നത്തെ ശബ്ദവും പിന്നെ ആ വില്ലൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഒരു ശബ്ദത്തിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് അല്ല, എന്ത് സംഗതിയും നമുക്ക്, ഞങ്ങൾ പണ്ട് ഡബ്ബിങ് തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു കമൽ സാറോ അങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് കമൽ സാർ തന്നെയാണ്, ഒരു ആവറേജ് ആയിട്ട് അഭിനയിച്ച ഒരാളെ മികച്ച രീതിയിൽ അഭിനയിച്ചതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡബ്ബ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും. 50 മാർക്സ് കിട്ടിയാൽ മതി, 100-ൽ 50 മാർക്കിൽ അഭിനയിച്ചാൽ മതി, ബാക്കി 50 മാർക്ക് ഡബ്ബിങ്ങിൽ കൊടുക്കാം. അതുപോലെ വളരെ നന്നായിട്ട് ചെയ്ത ഒരാളെ മോശമായിട്ട് ഡബ്ബ് ചെയ്താൽ അത് നേരെ താഴത്തേക്ക് ആക്കാനും പറ്റും. അപ്പോൾ ഡബ്ബിങ്ങിന് ഭയങ്കര ഒരാളുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ആക്ഷൻ ശബ്ദം കൊണ്ടാണല്ലോ ഭയങ്കരമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ഷൻ സീനിൽ ഓഫ് കോഴ്സ് എനർജി ഫീൽ ചെയ്യാം, നമുക്ക് ശബ്ദം ഇല്ലെങ്കിലും ഫീൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരാളുടെ കോൺഫിഡൻസ് ശബ്ദമാണ്. അപ്പോൾ ഈ ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് 2000-ൽ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വില്ലന്മാരുടെ ശബ്ദം എന്ന് പറയുന്നത് കുറേ കാലം വരെ, ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിട്ട് ഇപ്പോൾ ഈ അങ്കമാലി ഡയറീസ് പോലത്തെ പടങ്ങൾ വരുമ്പോഴാണ് അത് മാറ്റം വന്നിരിക്കുന്നത്. അതുവരെ സിനിമയിലെ ഏറ്റവും ഘനഗംഭീര ശബ്ദം എന്ന് പറയുന്നത് വില്ലൻ്റെ ആയിരിക്കും. അതെ അതെ അതെ. അതിപ്പോൾ ദേവാസുരത്തിലെ നെപ്പോളിയൻ്റെ നോക്കിയാലും അറിയാം. പണ്ട് റിയാസ് ഖാൻ വന്നപ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അത് സ്ഥിരമായിട്ട് ശോഭി തിലകൻ അല്ലെങ്കിൽ ഷമ്മി തിലകനായിരിക്കും അതിൻ്റെ കുത്തക അവകാശം. ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അതിൽ നിന്ന് സിനിമ മാറി വളരെ റിയലിസ്റ്റിക് ആയി. ഇപ്പോൾ അതാണ് ഞാൻ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ വില്ലൻ തന്നെ വളരെ അല്ല, ഇപ്പം ജിസു പറഞ്ഞതെന്ന് തന്നെ ഈ ഒത്തിരി പേര് ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് എനിക്കൊന്നും പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ഈ വോയിസ് എന്തുമാത്രം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ഡബ്ബിങ്ങിൽ എന്തുമാത്രം. പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് 7th ഡേ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബ്ബിങ്ങിന് ഞാനന്ന് ബൈസൈക്കിൾ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ പടം റിലീസായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 7th ഡേ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ടൊവിനോയ്ക്ക് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പൈലറ്റിൽ വളരെ ഭംഗിയായിട്ട് ടൊവിനോ പറഞ്ഞിട്ടുണ്ട്, വളരെ രസമായിട്ടുണ്ട്. അഭിനയിച്ചപ്പോൾ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ മറ്റേ പ്രശ്നമുണ്ടല്ലോ, ഇത് ഈ കഴിയുന്നത്ര നമ്മൾ ഈ അല്ലു അർജുൻ കയറി വരും എന്നറിയാവുന്നതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും നമ്മൾ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടർ ശ്യാം, എൻ്റെ സുഹൃത്ത്, ഞാൻ ശ്യാമിനോട് പറഞ്ഞു, ശ്യാം ഇത് അദ്ദേഹം നന്നായിട്ട് ചെയ്തു, നല്ല രസമുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസും ടോണും കേൾക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് പോരുകയുണ്ടായി. എപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം, ഇപ്പോഴും അതെ കേട്ടോ. ഇപ്പം അത് മാറിയപ്പോൾ ഈ ലൈവ് സൗണ്ട് ആയപ്പോൾ ഈ വക ഒരു പരിപാടി നടക്കില്ല. അതായത് അഭിനയിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അഭിനയിച്ചു വേണം, നമുക്ക് വേണ്ടി മാത്രം ഡബ്ബിങ് വെക്കാൻ പറ്റില്ലല്ലോ. ഈ ഫീൽ ഗുഡ് മൂവീസിലേക്ക് ജിസിൻ്റെ ഒരു അറ്റൻഷൻ പോകാൻ കാരണം എന്താ? നമുക്ക് സജീവട്ടെ എല്ലാ സ്ഥലത്തും നമുക്ക് ചില സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ ആകർഷിച്ച വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സജീവേട്ടനുമായിട്ടുള്ള എൻ്റെ പരിചയം തുടങ്ങുന്നത് ഒരു പക്ഷേ 2-3 വർഷത്തിന് ഉള്ളിലാണ്, നേരിട്ടുള്ള പരിചയം. പക്ഷേ അതിനു മുൻപ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും ജയസൂര്യയും സന്തത സഹചാരികളായിരുന്നു. ഞങ്ങളെ സയാമീസ് ഇരട്ടകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഞാനില്ലാണ്ട് അവനില്ലാതെ എന്നെയും കണ്ടു കിട്ടുക പ്രയാസമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് മിമിക്രിക്ക് പോയിക്കൊണ്ടിരുന്നത്. 2-man ഷോ ആയിരുന്നു. അപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കേരളം മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 2-3 പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 2-man ഷോ ആയിരുന്നു, 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ള കണ്ട അമ്പലപ്പറമ്പുകളും ഉള്ള കണ്ട ഫൈൻ ആർട്സ് പരിപാടികളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കന്ന് പ്രോഗ്രാംസ് കൂടുതലായിരുന്നു. കാരണം നമുക്ക് സിസ്റ്റം കൊണ്ടുപോകണ്ട, മൈക്ക് കൊണ്ടുപോകണ്ട, ഒരു സാധനം കൊണ്ടുപോകണ്ട. ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ, അതിപ്പോൾ കാസർഗോഡ് നിന്ന് വിളിച്ചാലും നമ്മൾ 2 പേര് മാത്രം ട്രെയിൻ കയറി പോയാൽ മതി. മനസ്സിലായി? അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗാനമേള നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ അമ്പലപ്പറമ്പായിരിക്കും. നമുക്കൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തരുന്നു. ആ 1 മണിക്കൂർ നമ്മളവിടെ പൊളിച്ചടക്കുന്നു. ഇതാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ബഹ്റൈനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോള് പഴയ ഫോട്ടോസ് തപ്പിയെടുക്കുമ്പോൾ ഞാൻ തന്നെ വിട്ടുവരുന്നതാണ്. ഞങ്ങൾ ബഹ്റൈനിൽ 2003 ചെയ്ത ഷോയുടെ ഫോട്ടോസ് മോളിങ്ങനെ ഏതോ ആൽബത്തിൽ നിന്ന് തപ്പിയെടുക്കുമ്പോൾ ഞാനിങ്ങനെ കാണുക, പണ്ടത്തെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് മിമിക്രി അവതരിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ജയനുമായിട്ടുള്ളൊരു സൗഹൃദത്തിൽ നിന്നാണ് എന്നെ ഡബ്ബിങ്ങിലേക്ക് വരുന്നത്. ജയസൂര്യ ആദ്യം ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് അവൻ ഡബ്ബിങ് നിർത്തിയപ്പോഴാണ് എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ ജയൻ സിനിമാ നടനായി. എനിക്ക് ഊമപ്പെണ്ണൂരി അടപ്പയൻ 2 ഭാഷയിലും ഷൂട്ട് കഴിഞ്ഞു.
2 ഭാഷയിലാണോ 3 ഭാഷയിലാണോ ഷൂട്ട് കഴിഞ്ഞു. ആ സമയത്ത് ഒരു കാറ് മേടിച്ചു ആദ്യമായിട്ട്. ആ കാറിലിങ്ങനെ അറിയാലോ, ആദ്യമായിട്ടൊരു കാറ്, അവനൊരു കാറ് മേടിച്ചു. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പറഞ്ഞാ പാലക്കാട് ഒരു പരിപാടി ഉണ്ട്, എന്താ പരിപാടി, ഒരു സ്കൂളിൽ ആനുവൽ ഡേക്ക് ഗസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഇവന് പിന്നെന്താ, കാരണം നമുക്ക് ആനുവൽ ഡേ അല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് കാറ് പാലക്കാട് വരെ ഓടിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഹ്യുണ്ടായുടെ ആക്സെൻ്റ് എന്ന് പറഞ്ഞ കാറാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് ഒരു അരമണിക്കൂർ ലേറ്റായി അവിടെ എത്താനായിട്ട്. ഒരു ഈവനിങ് ആണ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴേ കുറേ പ്ലാനുണ്ട്. ഈ പരിപാടി ഒരു 20 മിനിറ്റ് കൊണ്ട് തീരുന്നു, നമ്മൾ പാലക്കാട് ചെല്ലുന്നു, പാലക്കാട് നല്ല ഹോട്ടൽ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇവൻ ഇതിനിടയ്ക്ക് കുറേ ഈ 3 സിനിമ ചെയ്തല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് പാലക്കാടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ പ്രാദേശികമായി കിട്ടുന്ന നല്ല ഭക്ഷണം എവിടെയാണ് ഇതൊക്കെ അറിയാം. അപ്പോൾ അത് എനിക്കും കൂടെ വാങ്ങിക്കാം എന്നുള്ള ഇതിനകത്താണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ മൊത്തം ഓഡിയൻസ്, പാരൻസും ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ ഗംഭീരമായിട്ട് പ്രസംഗം, നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു പ്രസംഗം എന്നാണ് തോന്നുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് മനസ്സിലായി ഇത് പ്രസംഗമല്ല, ഇതിങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ഹ്യൂമൻ ബീയിങ് ആവാനോ ഒരു മെച്ചപ്പെട്ട സ്റ്റുഡൻ്റ് ആവാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ആരുടെ, അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ടീച്ചേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് വന്ന് ജയസൂര്യോട് ചോദിക്കുന്നുണ്ട്, തിരക്കുണ്ടോ, ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോടൊരു 15 മിനിറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വരാൻ വൈകിയതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങനെ ആയിരുന്നെങ്കിലും ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ട്. ഈ കേൾവി ഞങ്ങളെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇനി വേണ്ട അദ്ദേഹത്തിൻ്റെ കഴിയട്ടെ എന്നുണ്ട്. അപ്പോൾ സജീവേട്ടനായിരുന്നു ആ സ്റ്റേജിൽ ഘോരാഘോരം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആൾ. അതെ. അപ്പോൾ പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ആലത്തൂർ മറ്റേ എന്താണ് ഗുരുകുൽ അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അങ്ങനെ സജീവേട്ടൻ്റെ ഈ മൊത്തം ക്ലാസ് അവിടെ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നൊരു 1.5 മണിക്കൂറിന് ശേഷം, 1.25 മണിക്കൂറെങ്കിലും ഉണ്ട് മിനിമം, അതിന് ശേഷമാണ്. അപ്പം നമ്മളും ഓപ്പൺ എയർ ആയിരുന്നു. എക്സാക്ട്ലി ഓപ്പൺ എയർ ആയിരുന്നു കറക്റ്റ്. അപ്പോൾ അത് അന്ന് എനിക്ക് ജയസൂര്യ അവിടെ വന്നതും പിന്നെ ഒക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്നെ ഓർക്കേണ്ട കാര്യമില്ല കേട്ടോ, എന്നെ ആരറിയാൻ. ഞാൻ അവൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വന്നിരിക്കുന്നത്. എന്നെ ഞാൻ അന്ന് സിനിമയിലും ഇല്ല, ഒന്നുമില്ല, ഡബ് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്, ആരും അറിയില്ല. പക്ഷേ അങ്ങനെ 1.5 മണിക്കൂർ ഇപ്പോഴും സജീവേട്ടൻ പറഞ്ഞ പല കഥകളും, അത് അന്ന് പറഞ്ഞ കുറേ കഥകളും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ അത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഈ സിനിമയിലൂടെ എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ആ തോന്നൽ അവിടെ നിന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്തരം ഇപ്പം സജീവേട്ടനെ പോലത്തെ ആൾക്കാരെ പരിചയപ്പെട്ടതിൽ നിന്നും അതേ കണക്കുള്ള സിനിമകൾ, വേൾഡ് സിനിമകൾ കണ്ടപ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിദ്ദിഖ് സാറിനെ പരിചയപ്പെട്ടത്, അതേപോലെ സിദ്ദിഖ് ലാൽമാരുടെ സിനിമകൾ. അതിന് ഒരു ചെറിയൊരു അഡീഷൻ കൊണ്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി വന്നിട്ട് എനിക്കൊന്ന് ലേറ്റായി കാണും എല്ലാം കഴിഞ്ഞപ്പോൾ. ഭക്ഷണം നല്ല സ്ഥലത്ത് നല്ല കഴിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചെറിയ തട്ടുകടയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഞാനും അവിടെ ആക്സിഡൻ്റലി വരികയും ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റ് അന്ന് ഒന്നും നടന്നില്ല, ലേറ്റായി, വളരെ ലേറ്റായി. അന്നൊക്കെ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പാലക്കാട് പോകുമ്പോൾ അവിടെ ശ്രീ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ രാത്രി 12:30 വരെ ഇഡ്ഡലിയും ദോശയും മട്ടൻ കറിയും കിട്ടും. അത് പുതിയ കോമ്പിനേഷൻ. അയ്യോ, അത് അടുത്ത തവണ പാലക്കാട് പോകുമ്പോൾ അത് ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ എപ്പോൾ പാലക്കാട് പോയാലും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ദോശയും മട്ടൻ കറി, ഇഡ്ഡലിയും മട്ടൻ കറിയാണ് അറിയുമ്പോൾ. ദോശയുണ്ട്, പക്ഷേ ആ മട്ടൻ കറി ഞാൻ ജീവിതത്തിൽ ലോകത്ത് എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അവരുടെ ഗ്രേവി ഭയങ്കരമാണ്, അതിൻ്റെ ടേസ്റ്റാണ്. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് ഭയങ്കര ഫേമസ് ഫുഡ് വ്ളോഗർ ഉണ്ടല്ലോ, മൃണാളാണ്. കൂമൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആസിഫിനെ എന്നെയും ഇവിടെ കൊണ്ടുപോകുന്നത് ഈ ഹോട്ടലിൽ. പക്ഷെ അന്ന് മുതൽ പാലക്കാട് എപ്പോൾ പോയാലും നേരത്തെ വിളിച്ച് പറയും ഞങ്ങൾക്കുള്ള മാറ്റി വെച്ചേക്കണം, അത്ര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. രാത്രി 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഹോട്ടൽസ് ഉണ്ട്. അന്ന് അതില്ലല്ലോ. അന്ന് 9 മണിയാകുമ്പോഴേക്കും പാലക്കാട് തട്ടുകട മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, അന്ന് ആ പരിപാടി നടന്നിട്ടില്ല അങ്ങനെ. പക്ഷേ പിന്നീട് ഓർക്കുമ്പോൾ ഒത്തിരി ഇപ്പോഴും മറക്കാത്ത കുറേ കഥകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ സത്യനന്ദിക്കാട് സാറിൻ്റെയും ശ്രീനിവാസൻ സാറിൻ്റെയും ബാലചന്ദ്ര മേനോൻ, സിദ്ദിഖ് ലാൽ, ഇവരുടെയൊക്കെ സിനിമകൾ എന്നെ പേഴ്സണലി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്ത് ഡാർക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടെങ്കിലും അപ്പം തന്നെ യൂട്യൂബിൽ വെച്ച് കാണുന്ന സിനിമകൾ ഇവരുടെ പടങ്ങളാണ്. ഇവരുടെ പടങ്ങൾ ഒരു മണിക്കൂർ കണ്ടിട്ട് നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടെൻഷനിൽ നിന്ന് പുറത്ത് കിടക്കും. അത് വല്ലാത്തൊരു മാജിക്കാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ ആവൂലേ, എല്ലാ മനുഷ്യർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ എത്ര
എത്ര ഡാർക്കാണ്, എത്ര ക്രൂരന്മാരാണെന്ന് വിചാരിച്ച ആൾക്കാർ പോലും ഇത്തരം സാധനങ്ങളിനകത്ത് അപ്പോൾ സിനിമയ്ക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള ഷുവറാണ്. ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന എൻ്റെ സിനിമ 3ാമത്തെ സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞ് അതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ഏഷ്യനെറ്റിൽ ഞാനും ആസിഫും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് രാവിലെ 8 മണി 8:30 തുടങ്ങണം പരിപാടി. മറ്റേ അവരുടെ ഈ കോമഡി ഷോയുടെ ഇടയ്ക്കുള്ള ഗസ്റ്റായിട്ടാണ്. അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എൻ്റെ മൊബൈലിലൊരു കോള്, ബാലചന്ദ്ര മേനോൻ കോളിംഗ്. അപ്പോൾ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അന്നേ വരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ബാലചന്ദ്ര മേനോനായിരിക്കും ഉറപ്പായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പോൾ ഞാൻ ബാലചന്ദ്ര മേനോനാണ്. ടോൺ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഹലോ സാർ നമസ്കാരം, ജിസല്ലേ? ഞാൻ അതെ, എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇന്നലെ ലുലുവിൽ നിങ്ങളുടെ സിനിമ കണ്ടു, വിജയ് സൂപ്പറും പൗർണമിയും. അപ്പോൾ ഞാൻ രാത്രി തന്നെ എൻ്റെ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്ത് മോർണിംഗ് നിങ്ങളുടെ നമ്പർ കിട്ടിയപ്പോൾ നേരം വെളുത്തിട്ട് നിങ്ങളെ വിളിക്കാം എന്നിട്ട് ഇരിക്കുകയാണ്. അത് രാവിലെ 8:15 വിളിച്ചിരിക്കുന്നത്, 8:15 വിളിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വേഗം അറിയാതെ മേക്കപ്പ് റൂമിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. പറയൂ സാർ. പുള്ളി ഒത്തിരി നേരം സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു പോയിൻ്റ് ഇങ്ങനെയാണ്, ജിസെ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളുണ്ട്, പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു 20 ഹെലികോപ്റ്റർ വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ 20 ഹെലികോപ്റ്റർ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അത് ക്യാപ്ചർ ചെയ്യാനുള്ള ക്യാമറ, ലെൻസ്, എല്ലാ പരിപാടിയും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ 1000 പേര് ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ 1000 പേര് നിർത്തി നിങ്ങൾക്ക് ഡാൻസ് കളിപ്പിക്കാം, പല കോസ്റ്റ്യൂമിൽ. ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഇടി വരട്ടെ എന്ന് ഇടി കൊണ്ടുവരാം. കാശ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് ഒരാളുടെ ഹൃദയത്തെ തൊടുക എന്ന് പറയുന്നത്. ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കുക, സ്വാധീനിക്കുക. അത് ഈ സിനിമയിൽ കണ്ടു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. ഒരിക്കലും കാശുള്ളവന് ചെയ്യാൻ പറ്റുന്ന സിനിമയുടെ പുറകെ പോരുത്. അത് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട്. അതിന് നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോ നിങ്ങളുടെ ടാലൻറ്റോ ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസോ പോലും അതിന് ആവശ്യമില്ല. അതിന് ഒരുപക്ഷെ ഒരു ക്യാമറമാൻ ഉണ്ടായാൽ മതി, ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായാൽ മതി. അത് ചെയ്യാൻ പറ്റും. പണം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ് എപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അത് വാല്യൂ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ 6 സിനിമ ചെയ്തു. ഇപ്പോൾ അത് പ്രത്യേകിച്ച് റിലവൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുഴുവൻ ഈ സിനിമയെ തന്നെ കോടി ക്ലബ്ബുകൾ, കോടി ക്ലബ്ബ് നമ്മൾ ഈ അടുത്താണ് അത് കേൾക്കാൻ തുടങ്ങുന്നത്. സജീവട്ടെ, ഇത് എവിടെയാണോ കണ്ടന്റ് മിസ്സാവുന്നത് അവിടെയാണ് ഈ കോടി ക്ലബ്ബുകളുടെ കണക്ക് വരുന്നത്. നമ്മളൊരിക്കലും ഏതെങ്കിലും സിദ്ദിഖ് പടത്തിലോ സത്യനന്ദിക്കാണ്ട പടത്തിലോ പണ്ട് നമ്മൾ കേട്ടു. ഇതെനിക്ക് തോന്നുന്നൊരു നമ്മുടെ പുലിമുരുകൻ മുതലാണല്ലോ ഈ കോടിക്കണക്ക് പറയാൻ തുടങ്ങിയത് അല്ലേ? അതെ, ഞാൻ കേട്ടിട്ടില്ല. അതെ, കോടിക്കണക്ക്, കോടികളല്ല ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ഈ ദശരഥം എന്ന് പറഞ്ഞ പടം ഇപ്പോഴും നമ്മളിരുന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സ് മാത്രം ഇരുന്ന് കാണുന്നില്ലേ? അവസാനത്തെ എല്ലാത്തിനും ഞാൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ വളരെ ചെറിയ ബജറ്റിലെടുത്ത സിനിമയാണ് ദശരഥം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബജറ്റ് അല്ലല്ലോ, അതിനേക്കാൾ പൈസ പൊട്ടിച്ച സിനിമകൾ നമ്മുടെ മനസ്സിലേ ഇല്ല. പക്ഷെ വളരെ ചെറിയ പൈസക്ക് എടുത്ത പടങ്ങൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അതാണല്ലോ വേണ്ടത്. അപ്പോൾ പണ്ട് ലോഹിതാസ് സാറിൻ്റെ ഭാര്യ സിന്ധു ചേച്ചി ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് കോഴിക്കോട് ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണ്. ഏതോ ഒരു പ്രൈവറ്റ് അവാർഡ് ദാന ചടങ്ങാണ്. ഏതോ ചാനലുകാർ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിക്കും രവീന്ദ്ര മാഷക്കും ഒക്കെ അവാർഡുണ്ട്. ആ കൂട്ടത്തിൽ ലോഹിദാസിനും അവാർഡുണ്ട്. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇവരൊക്കെ താമസിക്കുന്നത്. ഈ മഹാറാണി ഹോട്ടലിൽ നിന്ന് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ പിക്ക് ചെയ്യാനുള്ള കാറുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ രവീന്ദ്ര മാഷക്കുള്ള കാറ് വന്നു, ഗിരീഷ് പുത്തഞ്ചേരിക്കുള്ള കാറ് വന്നു, ഓരോരുത്തർക്കുള്ള കാറുകൾ വന്നു. ഈ ലോഹി സാറിനുള്ള കാറ് മാത്രം വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ പുള്ളി അവിടെ നിന്ന് പെട്ടെന്ന് പിണങ്ങുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വിഷമിക്കുന്നു. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും രവീന്ദ്രനും ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ഇടിച്ച് പൊളിച്ച് വാതിൽ തട്ടിയിട്ട് സിന്ധു ഇപ്പോൾ ഇറങ്ങി വിടുന്നു, ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോണം, വലിച്ചു ഇറക്കിക്കൊണ്ട് പോവുക. എന്താ നിനക്കില്ലാത്ത അവാർഡ് ഞങ്ങൾക്ക് വേണ്ട? ഇങ്ങനത്തെ ഒരു സൗഹൃദങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു സ്റ്റോറി ഈ സിന്ധു ചേച്ചി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. കിരീടം എന്ന് പറയുന്ന സിനിമയുടെ 100ാം ദിവസം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും മെമൻറ്റോ ഉണ്ട്. ഈ ലോഹിദാസിനുള്ള മെമൻറ്റോ മാത്രമില്ല. ഇല്ലത്രേ. സിന്ധു ചേച്ചി പുസ്തകത്തിൽ എഴുതിയോ? സീരിയസ്ലി ലോഹിദാസിനുള്ള മെമൻറ്റോ വന്നിട്ടില്ല. അതായത് ലോഹിദാസ് എന്ന് കുത്തിയ മൊമെൻറ്റോ ഇല്ല. പുള്ളിക്ക് ഇത് പോരെ.
പിന്നെ വിഷമിക്കാനും ദുഃഖിക്കാനും ഒക്കെ ആയിട്ട് പുള്ളി അന്ന് റൂമിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു എന്നാണ് സിന്ധു ചേച്ചി എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അത് ആ കുറിപ്പ് അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഇന്നും കിരീടം എന്ന സിനിമയുടെ മെമൻറ്റോ മോഹൻലാലിൻ്റെയും സിബി മലയിലിൻ്റെയും ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ ചേട്ടൻ്റെ തലയിലാണ് ആ കിരീടം ഇരിക്കുന്നത്. അങ്ങനെയുള്ള ക്ലാസിക്കുകളും നമ്മൾ എന്നെ എപ്പോഴും ആകർഷിച്ചിരിക്കുന്ന അങ്ങനത്തെ വ്യക്തികളും അവർ പറയാൻ ശ്രമിച്ച കാര്യങ്ങളും അങ്ങനെ അതുകൊണ്ടാണ് ഈ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കണം, നന്നാക്കണം എന്നുള്ള പൊതുവെ ഒരു ധാരണ ആൾക്കാർക്കുള്ളത് ഈ സിനിമയിലൊരു വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഈ പറയുന്ന കുറച്ചെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ ക്രൈമോ അങ്ങനെയൊക്കെയുള്ള സാധനം വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തും ജിസിനത് മാറ്റി സജീവിട്ട് അതിന് ഞാൻ പറഞ്ഞത് ക്രൈമോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. അതൊന്നും ഒരു ഇപ്പോൾ ഞാൻ തലവൻ എന്ന് പറഞ്ഞ സിനിമ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു, അതുകൊണ്ട് അത് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. ഒരു മനുഷ്യനുണ്ടാവണം പടത്തിലെന്നുണ്ട്, അത് 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ഒരു മനുഷ്യൻ്റെ കഥയായിരിക്കണം, ഒരു കുടുംബത്തിൻ്റെ കഥയായിരിക്കണം, ഒരു സമൂഹം ഉണ്ടാവണം. അതല്ലാതെ പെരിഫറലായിട്ട് സിനിമ ചെയ്യരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇന്നലെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കിത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ആ ഹീറോയുടെ പെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ ഒരു കഥ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നല്ല സിനിമകളിലും അതുണ്ട്. ഇപ്പോൾ അതിപ്പോൾ എന്ത് തരം സിനിമയാണെങ്കിലും, ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഒരു ഹീറോ അല്ല, 4 ഹീറോസാണ്. 4 ഹീറോസ്. ആ 4 ഹീറോയ്ക്കും കോൺഫ്ലിക്ട്സ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവരുടെ വീട്ടിലെ പ്രശ്നം അവരുടെ വീട് തന്നെയാണ് പ്രശ്നം, അതിനുള്ളിലാണ് പ്രശ്നം, ബ്രദേഴ്സ് തമ്മിലാണ് പ്രശ്നം, സമൂഹം അവരെ ഉറ്റുനോക്കുന്നുണ്ട്, മോശം പറമ്പിൽ അവർ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് ആലോചിച്ചില്ലുമ്പോൾ ആ പറമ്പിലേക്ക് പെണ്ണ് കെട്ടിച്ചയക്കില്ല എന്ന് പറയുന്ന, എന്നാൽ പ്രകൃതി കൊണ്ട് വളരെ മനോഹരമായി പുറത്ത് നോക്കുമ്പോൾ മനോഹരമായ മറ്റേ ഫ്ലൂറസെൻ്റ് കളറിലെ മറ്റേ അത് കിടക്കുന്ന വെള്ളത്തിൽ അത്തരം ഒരു സ്ഥലത്ത് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സ് പരിഹരിക്കുന്നിടത്താണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. എല്ലാ സിനിമയ്ക്കും അത് വേണം. നമ്മളിപ്പോൾ ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമ എടുത്താലും ശരി, ഗോഡ് ഫാദർ എടുത്താലും ശരി, കോൺഫ്ലിക്റ്റ് വേണം. ഇതിൽ പല പടങ്ങളും പൊട്ടുമ്പോൾ സജീവൻ നോക്കിയോ, അതിൽ ഈ പറയുന്ന പ്രധാന കഥാപാത്രം, ഞാൻ നായകനെന്നും പറയുന്നില്ല, നായിക എന്നും പറയുന്നില്ല, ആരാണോ പ്രൊട്ടാഗണിസ്റ്റ് അവർക്കൊരു പ്രശ്നം വേണം. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവണം. ഇത് നമ്മൾ കണ്ടിരിക്കുന്ന 99%, അതല്ലാത്ത ഇപ്പോൾ കഫർനാം പോലത്തെ പടങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ മജീദ് സിനിമകൾ നോക്കുമ്പോഴും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻ ഓഫ് ഹെവനും കളർ ഓഫ് പാരഡൈസും കാണുമ്പോഴും ഈ പ്രശ്നമുണ്ട് പടത്തിൽ. അതില്ലാണ്ട് വരുമ്പോഴാണ് പടങ്ങൾ ആൾക്കാർക്ക് ഒട്ടും ക്യാരി ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ടപ്പ് പറയുമല്ലോ, ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാതെ അങ്ങനത്തെ ഒരു കോർ ഇല്ലാത്ത ഒരു സ്റ്റാർട്ടപ്പിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്. എക്സാക്ട്ലി സോള് കണ്ടുപിടിക്കാൻ, എല്ലാ കഥയിലും ഒരു സോള് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതേ പറയാം, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന രണ്ടും കൂടെ ചേരണമല്ലോ, ഈ കൊമേഴ്ഷ്യലും ക്ലാസ്സും ഒരുപോലെ വന്നെന്ന് ഞാൻ തോന്നിയ പടങ്ങൾ ഈ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് പടങ്ങളും, പിന്നെ പ്രിയദർശൻ സാർ ചെയ്ത സിനിമകളും, ഈ സിബി മലയിൽ സാർ ചെയ്ത സിബി മലയിൽ ഓഫ് കോഴ്സ് ചെയ്ത സിനിമകൾ, രഞ്ജിയേട്ടൻ ചെയ്ത സിനിമകൾ ഒട്ടും മാറ്റി. ഈ ഫീൽ ഗുഡ് മൂവീസ് ഇപ്പോൾ ചെയ്യുമ്പോഴേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഒത്തിരി ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല ജിസിനെ, എന്തിന് മെസ്സേജ് ഒക്കെ അയക്കാറില്ല, ഇങ്ങനെ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും. ഓഫ് കോഴ്സ്. അത് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന ഈ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും എല്ലാ ശനിയും ഞായറും അതെടുത്ത ചാനലിലുണ്ടാവും. ഓക്കെ. ഇപ്പോൾ സൺഡേ ഹോളിഡേ ഏഷ്യാനെറ്റാണ്. അപ്പോൾ അതിനകത്ത് എവറി സാറ്റർഡേ സൺഡേ ഒന്നുകിൽ ഏഷ്യാനെറ്റ് പ്ലസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മൂവീസ്, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു സമയത്ത് ശനി ഞായറും ഉണ്ടാവും. അപ്പോൾ എനിക്കത് അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ അപ്പോഴേക്കും ഫോട്ടോ വരും, മെസ്സേജ് വരും, ഈ പറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഈ അടുത്ത് 1 മാസം 1.5 മാസം ഇവിടെ ഈ എറണാകുളത്ത് തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാമിന് വന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ മറ്റേ ദ ക്യൂവിൻ്റെ മനീഷ് നാരായണനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഒത്തിരി ഓഡിയൻസും ഉണ്ടായിരുന്നു. ഈ കോൺവെർസേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു പയ്യൻ വന്ന് പരിചയപ്പെട്ടിട്ട് അവൻ പറഞ്ഞറിയോ, ഇതിൽ സൺഡേ ഹോളിഡേയിൽ ആസിഫിൻ്റെ സിറ്റുവേഷനിൽ ഒരു വല്ലാത്ത ബ്രേക്കപ്പിലൂടെ കടന്നുപോയി ഈ ഭയങ്കര ഈ പെണ്ണിനെ ഉപദ്രവിക്കണം എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ജീവിക്കുന്ന ഒരു സമയം ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പെണ്ണിനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ. ഒരു പയ്യൻ പറയുക, അവനെ അവൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് ഈ സിനിമ കാണിച്ച് കണ്ടോടാ, ഇങ്ങനെയൊക്കെ അല്ലടാ പ്രതികാരം ചെയ്യണേന്ന്. ഞാൻ പറഞ്ഞു, അവൻ എന്നോട് നുണ പറഞ്ഞാണെങ്കിൽ എന്തോ ഞാൻ
എന്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ടൊരു വ്യത്യാസം ഒരാളുടെ ലൈഫിലെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ. അതുപോലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ മെസ്സേജ് വന്ന സിനിമ വിജയ് സൂപ്പറും പൗർണമിയാണ്. കാരണം അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഒരു സ്റ്റാർട്ടപ്പ് ഒരു പെൺകുട്ടിക്ക് നമ്മളെപ്പോഴും മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ആണുങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി, അത് വിജയിച്ചു, അത് പരാജയപ്പെട്ടു. പെൺകുട്ടികൾക്ക് ഇവിടെ സ്വപ്നങ്ങളില്ല. അവരുടെ സ്റ്റാൻഡിലും സിനിമകൾ പറയാൻ ശ്രമിക്കുന്നു. ഞാൻ പലരും പറയാറുണ്ട് ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഏതൊരാളും കാണേണ്ട ഒരു മൂവിയാണ്. കാരണം അതിനകത്തൊരു സ്റ്റാർട്ടപ്പിന്റെ ഇനിഷ്യൽ ഹിക്കപ്സ് ഉണ്ട്, ചെയ്യാൻ പറ്റാവുന്ന മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, പിന്നെ അതിനകത്തുനിന്നുള്ള ഫെയിൽ ഉണ്ട്, പിന്നെ അതിന് തിരിച്ചു വരുന്നുണ്ട്. എക്സാക്ട്ലി ഒരു എൻ്റയർ പ്രോസസ്സ് അതിനകത്തുണ്ട്. ഒരു ഈ പറയുന്ന 2 തരം ആറ്റിറ്റ്യൂഡുള്ളവരാണ് ഈ നായകനും നായികയും. ഈ നായകൻ എന്ന് പറഞ്ഞ ആൾ കട്ട ഡാർക്കും കട്ട നെഗറ്റീവും ലേസി നെഗറ്റീവ്. ആസിഫിനൊന്നും ശരിയല്ല. ഇവള് ആവശ്യത്തിലേറെ പോസിറ്റീവാണ്, ആവശ്യത്തിലേറെ എനർജിയുമായിട്ട് നിൽക്കുന്ന കുട്ടിയാണ് പൗർണമി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പോയിന്റിൽ ആസിഫിനോട് ഇവൾ വന്ന് പറയുന്നുണ്ട്, എടോ താൻ നേരത്തെ പറഞ്ഞില്ലേ തൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളത്, അത് ഉള്ളിലൊരു ഓക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ളിൽ ഓക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ളതൊക്കെ ഓക്കെ ആവും എന്ന് പറയുന്നൊരു മൊമെൻറ്റിലാണ് അയാളുടെ ജീവിതം മാറുന്നത്. ഒരു 280 ഡിഗ്രിയെങ്കിലും മാറുന്നത് അവരൊറ്റ ഡയലോഗിലാണ്. അത് നമ്മൾ വലിയ മോട്ടിവേഷണൽ സ്റ്റോറി അല്ല, മോട്ടിവേഷണൽ തിയറിയിലൊക്കെ പറയുന്ന നമ്മളുടെ അകത്ത് മാറ്റം വരുമ്പോൾ പുറത്ത് മാറ്റം വരുമെന്ന് പറയുന്നതിൻ്റെ ആക്ച്വലായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കും. ഓഫ് കോഴ്സ് അതാണ് സജീവ ഈ ഗുണം വെച്ചാൽ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് സിനിമയിലെ ഓരോ വേറെ ഒന്നിനും സാധിക്കില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല, ഒറ്റ സംശയവുമില്ല. കാരണം ഇപ്പോൾ ഇത് വിജയ് സൂപ്പറും അതുപോലെ തന്നെ സൺഡേ ഹോളിഡേ ആണെങ്കിലും ആ ഒരു ഫീല് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. പിന്നെ നമ്മൾ ഏതാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ. ഞാൻ അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ സിനിമാ രംഗത്തുള്ള ആൾക്കാർ തന്നെ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് സിനിമയാണ്, അത് കണ്ടു ആ സമയത്ത് കണ്ടു, അതുകൊണ്ട് ഇപ്പോൾ എന്താ അതിനകത്ത് ക്രൈം ഉണ്ടെങ്കിൽ ക്രൈമുണ്ട്, അതിനപ്പുറത്തേക്കൊരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളുടെ തന്നെ രംഗത്തുള്ള ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ. അല്ല സജീവേട്ടാ, അതായത് നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കൊരു ബേസിക് ബുദ്ധി എന്നൊരു സാധനം നമുക്ക് ജനിച്ചപ്പോഴേ ഉണ്ടല്ലോ എല്ലാ മനുഷ്യനും, അല്ലേ? ഇപ്പോൾ എൻ്റെ ബുദ്ധി ആയിരിക്കില്ല സജീവേട്ട, ഓരോരുത്തർക്കും ഓരോ രീതിക്കുള്ള ബുദ്ധിയാണ്. ഇതിൽ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജീവേട്ടൻ 22 വർഷം മുമ്പ് പാലക്കാട് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്നുമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണല്ലോ. എനിക്കത് വേണമെങ്കിൽ കേട്ട് മറക്കാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പൊതുവേ ഞാൻ ആൾക്കാരിൽ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മറ്റേ ചർച്ച സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചയ്ക്കൊക്കെ ഇത്രയും പ്രാധാന്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നല്ല സിനിമകൾ ഇപ്പോൾ നമുക്ക് എല്ലാ കൊലപാതകങ്ങൾ ചെയ്യുന്ന സിനിമ വരുമ്പോൾ മാത്രം എന്താണ് ആ ചർച്ച വരുന്നത്. അല്ലാത്ത സിനിമകൾ എന്തോരം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമ ഒരു അമ്മ ഉണ്ടാവുന്ന വീടിനെക്കുറിച്ചുള്ള ഒരു സിനിമയാണ്. എത്ര പേരുടെ ജീവിതങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാധീനിച്ചിട്ടുണ്ട്. അത് അമ്മ എന്താണെന്ന് അറിയാവുന്ന അമ്മയോട് സ്നേഹമുള്ള ഒരാൾക്കത് സ്വാധീനിക്കും. അമ്മ എന്താണെന്ന് അറിയാത്ത ഒരാൾക്കത് ഒട്ടും സ്വാധീനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബുദ്ധിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ സിനിമയിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ പലപ്പോഴും ചീത്തയാവും കഴിയുമ്പോൾ നമ്മൾ പറയുന്നു അത് കഴിഞ്ഞ ആഴ്ച കണ്ട പടത്തിൽ നിന്നാണ് ചീത്തയായത്. അതെങ്ങനെ ചീത്തയാവും? അങ്ങനെ ഒരിക്കലും ചീത്തയാവത്തില്ലല്ലോ. അവൻ്റെ വളർന്നു വന്ന സാഹചര്യവും 100 കണക്കിന് കാരണങ്ങളുണ്ട് ഒരാൾ ചീത്തയാവണമെങ്കിൽ. അല്ലാണ്ട് ഇപ്പോൾ അതിലൊരാളെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ പോയി തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കേസല്ല. ദൃശ്യം സിനിമ വന്നപ്പോഴും ഇതേ ചർച്ചയുണ്ടായിരുന്നു. നുണ പറഞ്ഞിട്ട് എത്ര കൊലപാതകം ഒളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്നില്ലേ? കാരണം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള വല്ലാത്ത രീതിയിൽ ഇപ്പം നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യുന്നവരാണല്ലോ തീരുമാനിക്കുന്നത് എങ്ങനെ ഒരു സീൻ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ സീനിൻ്റെ ഇൻറ്റൻസിറ്റി, ഇപ്പോൾ വയലൻസിന് എങ്ങനെ വേണമെങ്കിൽ ഇൻറ്റൻസിറ്റി ആവാം. എന്നെ ഒരാൾ തലക്കടിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ തലക്കടിക്കുന്ന ആളുടെ ബാക്കിൽ നിന്ന് ക്യാമറ വെച്ചെടുക്കാം, എൻ്റെ മുകളിൽ നിന്ന് ക്യാമറ വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഒരു വയലൻസിൻ്റെ ഇൻറ്റൻസിറ്റി അടുത്തിടയ്ക്കായിട്ട് സിനിമകളിൽ കൂട്ടിയിട്ടുണ്ട് നമ്മളിവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വയലൻസിലും ഇൻറ്റൻസിറ്റി വളരെ കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജനറൽ സോഷ്യൽ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് ഇതിനകത്ത് ഏറ്റവും മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ പറയാം. ഭരതം എന്ന് പറഞ്ഞ പടം
ഭരതം എന്ന് പറയുന്ന പടത്തിൽ നെടുമുടി വേണു ഭയങ്കര കുറ്റം ചെയ്യുന്ന ഒരാളാണ്. എന്താണ് കുറ്റം? ആ കുറ്റം എന്ന് പറയുന്നത് ഒരു പൈൻറ്റ് മേടിച്ച് ബെഡ്റൂമിൽ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഡിന്നറിന് മുമ്പ് ഒരു 30 ml അടിക്കും. ഇതാണ് അയാൾ ചെയ്യുന്ന കുറ്റം. രഹസ്യമായി. ലക്ഷ്മി ഭാര്യയാണ്. ലക്ഷ്മി ഇത് അറിഞ്ഞിട്ട് പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞിട്ട് ലക്ഷ്മി ചോദിക്കുമ്പോൾ നെടുമുടി വേണു പറയുന്നത് അരിഷ്ടമാണ്. അരിഷ്ടം. അത്രയും ഒരു വലിയ സിംഗറായി, അറിയപ്പെടുന്ന സിംഗറായി കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ഭാര്യയോടും സൊസൈറ്റിയോടും ഒളിപ്പിച്ച് അരിഷ്ടം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു 30 ml അടിക്കുന്നത്. ഇതായിരുന്നു കേരളം. 20 വർഷം മുമ്പത്തെ കേരളം ഇതാ. ഇന്നതല്ലല്ലോ കേരളം. എക്സാക്ട്ലി. ആ പച്ചയ്ക്ക് അങ്ങനെയല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ പറയുന്നു, എന്താണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇതുണ്ടാവും. ആ അവസ്ഥയിലേക്ക് ഈ ഭരതം ഇറങ്ങിയിട്ട് എത്ര നാളായി? ഈ പറഞ്ഞ 30 വർഷത്തെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. 30 വർഷം കൊണ്ട് വന്ന മാറ്റമാണ്. അതെല്ലാ രീതിയിലും എല്ലാ രംഗത്തും വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ചെലവുകളിലും സിംപിൾസിറ്റിയിലും ദൂരത്തിലും ഒക്കെ ആ മാറ്റം കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ. മണിച്ചിത്രത്താഴിൽ ലാലേട്ടൻ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന സണ്ണിയാണ്. ഈ കഥ പറയുന്ന ആരുടെയാണ്? റോയൽ ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഹിൽ പാലസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന വണ്ടി മാരുതി 800. മനസ്സിലായി? മനുഷ്യൻ്റെ സിംപിൾസിറ്റി, ആ ഒരു സാധനം നമുക്ക് കൈമോശം വന്നു പോയി. ലഹരിയോടുള്ള ആസക്തിയും ലഹരിയോടുള്ള സമീപനത്തിലും മാറ്റം വന്നുപോയി. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ സജീവേട്ടൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. ഈ ഇത്തരത്തിലൊരു ഗഹനമായിട്ടുള്ള ചർച്ചകളൊന്നും ഒരു കാലത്തും സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമായിരിക്കും. അത് കാരണം അതിൻ്റെ ഒരു വല്ലാത്ത മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ചർച്ചയൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനുള്ള പരിശീലനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുമ്പോൾ സ്മഗ്ലിങ്, ഗോൾഡ് സ്മഗ്ലിങ് ഡേർട്ടി അല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഏറ്റവും മോശം എന്ന് പറയുന്നത് നാർക്കോട്ടിക്സ് തന്നെയാണ്. പക്ഷേ അവിടെ ഞാൻ ചോദിക്കുന്നത്, അതൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, തിന്മയെ തിന്മ കൊണ്ട് മാത്രമേ എതിർക്കാൻ പറ്റൂ എന്ന്, അങ്ങനെ ഇനിയുള്ള കാലത്ത് നടക്കൂ എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജിങ്, സബ്ലിമിനലായിട്ടുള്ള മെസ്സേജിങ് ഇന്ന് പല മൂവികളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവായിരിക്കും. തിന്മയെ എന്തുകൊണ്ട് നന്മ കൊണ്ട് എതിർത്തുകൂടെ? നന്മ എന്ന് പറയുന്നത് തീർന്നു പോയോ? ഇല്ലേ? നന്മയുണ്ട്, ഉറപ്പായിട്ടുണ്ട്. നന്മ ഈ പറയുന്ന പോലെ നമ്മൾ സിനിമയിലൂടെ ഇനി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വെളിച്ചമാവാം. ഇപ്പം നമ്മൾ പറയും, എൻ്റെ മെൻറ്ററുണ്ട്, ഫാദർ എപ്പോഴും പറയും, ഈ തുരങ്കത്തിനുള്ളിലൂടെ പോകുമ്പോൾ അറ്റത്ത് കാണുന്നൊരു വെളിച്ചമുണ്ടല്ലോ, അങ്ങനൊരു വെളിച്ചമെങ്കിലും നമ്മുടെയൊക്കെ സിനിമകളിലും ക്രിയേറ്റീവ്സിലും ഉണ്ടാവണം. പോകുന്ന പോക്ക് കംപ്ലീറ്റ് ഇരുട്ടിക്കൂടെ ആയിരിക്കും, പക്ഷെ അറ്റത്തൊരു വെളിച്ചമുണ്ടെന്ന് നമുക്കറിയാം. ഈ തുരങ്കം ഒരു ദിവസം തീരും, അതിൻ്റെ അറ്റത്തൊരു വെളിച്ചമാണ്. അപ്പോൾ അതൊട്ടും നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് മോശം ആൾക്കാരൊന്നുമല്ല. മോശം ആൾക്കാരല്ല, ഒരിക്കലും നല്ലതാ. നമ്മളുടെ സോഷ്യൽ, ഞാൻ കണ്ടിടത്തോളം ഇപ്പോഴത്തെ കുട്ടികൾ സമൂഹത്തിനോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരാണ്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ. അത് കറക്റ്റ്. അപ്പോൾ അവരെ പരിശീലിപ്പിക്കേണ്ടത് നമ്മുടെ ഈ ജനറേഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഇനി വരുന്ന ജനറേഷനെങ്കിലും നമ്മൾ ഈ പറയുന്ന ജെൻറ്റിൽനെസ് എന്താണെന്നും സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നും നമ്മൾ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സാർ, നമുക്ക് സജീവട്ട ഇതിന് ബേസിക്കലി എവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം തുടങ്ങുന്നത് മനുഷ്യനെ വിശ്വസിക്കാത്തയിടത്താണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലം അതാണ്. എല്ലായിടത്തും പ്രോബ്ലം തുടങ്ങുന്നത് എവിടെയാണ്? മനുഷ്യനെ വിശ്വസിക്കാത്തയിടത്ത്. സജീവേട്ടൻ പറയുന്ന ഒരു കാര്യത്തിനോട് ഞാനിങ്ങനെ പിന്നെ എന്ന് മുഖം തിരിച്ച് അപ്പുറത്തോട്ട് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. നേരെ മറിച്ച് സജീവേട്ടൻ പറയുന്നത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നിടത്ത് കുറച്ചുകൂടെ നമ്മൾ അപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പോൾ അയാൾ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിലോ? അല്ല, പറ്റിച്ചോട്ടെ. ഞാൻ വിശ്വസിച്ചു അയാൾ അത്രയും. എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബാംഗ്ലൂർ ബേസിലുള്ള ഒരു ആൻട്രപ്രന്യൂർ, ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട്. അപ്പോൾ ആള് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് പലപ്പോഴും വളരെ ഫ്രീ ആയിട്ട്, പുള്ളി എപ്പോഴും ഫ്രീ ടൈമൊക്കെ ഉണ്ട്, ആള് അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ നിരവധി റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സാണ്, അപ്പോൾ നിരവധി പ്രോജക്റ്റുകൾ ഒരേ സമയം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും? ഇത്രയും പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ആൾ പറഞ്ഞു, ഞാനെല്ലാം ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുക, എല്ലാം എംപവേർഡാണ്, നമ്മുടെ ടീമൊക്കെ എംപവേർഡാണ്.
ഇപ്പം പൂർണ്ണമായിട്ട് എംപവർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ആരും നിങ്ങളെ പറ്റിക്കില്ലെന്ന് ചോദിച്ചു. കാരണം എന്നെ ഒത്തിരി പേര് പറ്റിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളാരും പറ്റിക്കില്ല എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു പറ്റിക്കും. സജീവ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ പറ്റിക്കും. പക്ഷെ 9 പേര് നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. പോരെ? അപ്പോൾ 10 പേരും വിശ്വസിക്കില്ല, വേറെ വേറെ മാർഗ്ഗമില്ല. കറക്റ്റ്. അപ്പോൾ അത് തന്നെ സംഭവം. അപ്പോൾ അത്തരം ഈ എന്താ പറഞ്ഞാൽ ഈ സിനിമയിലൂടെ പ്രീച്ച് ചെയ്യുമ്പോഴും പ്രീച്ച് ചെയ്യാനെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് പറയാം. അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഞാൻ ഈ അടുത്ത സമീപകാലത്ത് ഒത്തിരി സ്ഥലങ്ങളിലും ഇൻ്റർവ്യൂസിലും ഈവൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള സിനിമകളാണ് കുമ്പളങ്ങി നൈറ്റ്സും സുഡാനി ഫ്രം നൈജീരിയ. ഈ 2 സിനിമകളും അപാരമായ വെളിച്ചമുള്ള സിനിമകളാണ്. അപാരമായ വെളിച്ചമുണ്ട്. ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട്. അതെ, കറക്റ്റ്. എന്താണ് എൻ്റെ ബാപ്പ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? എൻ്റെ ഉമ്മ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സുഡാനിക്ക് വേണ്ടി വെച്ചുണ്ടാക്കി കൊടുക്കുന്നു. അവന് പനി വരുമ്പോൾ ശുശ്രൂഷിക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് സിനിമയിൽ ആ ഒരു മനുഷ്യൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്നു, എടാ ഞാൻ നാളെ പോലെ പണിക്ക് പോകാൻ പോവാണ്. എടാ കല്യാണം കഴിക്കണോ? ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങൂടാ. അപ്പം കൂട്ടുകാരൻ നായകനൊന്നുമല്ല, കൂട്ടുകാരൻ കുളിനാസ് എടുത്ത് വെച്ചിട്ട് അവൻ പറയണത് ചായക്കട തുടങ്ങുന്ന കാര്യമല്ല ഞാൻ പറയണത്, കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. ചായക്കട തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, പണിക്ക് പോകണോടാ, ഞാൻ നാളെ പോലെ പണിക്ക് പോയി ജീവിക്കാൻ പോകണം എന്ന് പറയുന്ന ഒരു സംഗതി. അതേ ഷെയ്ൻ നിഗം ചെയ്ത കഥാപാത്രത്തെ അവിടെയുള്ള റിസോർട്ടിൽ വിദേശികൾക്ക് വേണ്ടി വല വീശാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വരിക. വല വീശുന്ന ആൾ വന്നിട്ടില്ല. സോ ഇതറിയാവുന്നൊരുത്തും വീശിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ നായികമാർ 2 പേരും കൂടെ വന്ന് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതേ കൂട്ടുകാരൻ പറയുക, ഞാൻ അവനോട് പറയാം, പക്ഷേ ഒരു കാരണവശാലും പണിക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്നൊരു തോന്നൽ അവനുണ്ടാവരുത്. അതായത് പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ കുഴപ്പമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അവിടെ ഒരു പറമ്പിൽ ഒരു JBL സ്പീക്കറും വെച്ച് പാട്ട് കേട്ട് മുട്ടൻ ഇംഗ്ലീഷ് പാട്ട് കേട്ട് കിടക്കുക. അതെ, അതിനകത്തൊക്കെ സബ്ലിമിനലായിട്ട് ഈ പറഞ്ഞ പോലെ വളരെ സെറ്റിലായിട്ടുള്ള മെസ്സേജിങ് ഉണ്ട്. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഫഹദിൻ്റെ എവറിത്തിങ് എല്ലാം നന്നായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അത്ര സംഭവിച്ചു പോയൊരു സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ. അപ്പം ഞാൻ പറഞ്ഞ അത്തരം വെളിച്ചമുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ഒത്തിരി പേരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മേക്കിങ്ങിലെ പെർഫെക്ഷൻ, ടെക്നിക്കൽ പെർഫെക്ഷൻ, ഇത് എന്താണ് എന്നുള്ള മെസ്സേജെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ മനുഷ്യനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് ഓവർ വെയ്ഡായിട്ട് വരുന്നുണ്ട്. അതിനെ കൂടുതൽ റേറ്റിംഗ് ആ ഒരു സൈഡിലേക്ക് പോകുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള വയലൻസ് സെൻട്രിക് ആയിട്ടുള്ള മൂവീസ് നോക്കിയാൽ അവിടെയൊക്കെ പറഞ്ഞത് സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അതിൻ്റെ മേക്കിങ് ഭയങ്കരമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം അവിടെ അത് തന്നെ ഒരു ഷിഫ്റ്റാണ്. എനിക്കൊന്ന് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് വന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റാണ്. പല ആൾക്കാരുടെയും ധാരണ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവാനാണെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി സയൻസ് പ്രൂവ് ചെയ്യുന്നത് തിരിച്ചാണ്. സയൻസ് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആക്ച്വലി ഒരു തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ നായകനാവും, അല്ലേ? നായകൻ്റെ ഇതാവും. കറക്റ്റ്. ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നായികയുടെ ആ മൈൻഡ് സെറ്റിലേക്ക്. അതിൻ്റെ തെളിവാണ് തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പവർഫുൾ ഹീറോ ലീഡ് ചെയ്യുന്ന ഒരു മൂവി ആണെങ്കിൽ ഇറങ്ങി വരുന്ന മിക്കവരും കുറച്ച് ചെസ്റ്റൊക്കെ ഒന്ന് വിരിച്ചായിരിക്കും കുറച്ച് നേരത്തേക്ക്. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിന് മനസ്സിലാവും ഇത് നമ്മുടെ ജോയ് ആണ്, വിട്ടേക്കാൻ പറയും അപ്പം എന്ന് പറയുന്ന അവസരത്തിൽ. ഇത് അവിടെ ഇരിക്കുന്ന സമയത്ത് നായകനെതിരെ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകളൊക്കെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നുണ്ട്, നമ്മുടെ ബ്രെത്ത് റേറ്റ് കൂട്ടുന്നുണ്ട്. പിന്നെ അപ്പം നമ്മുടെ ഫിസിയോളജിക്കലി ഇൻഫ്ലുവൻസ് ഉണ്ട്, സൈക്കോളജിക്കലായിട്ട് മാത്രമല്ല. അതിന് റീസൺ പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്ന റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞ ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഈ മിറർ ന്യൂറോൺസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മുടെ ബ്രെയിൻ ഒരു സാധനത്തിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, ഒരു വിഷ്വലിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ആള് നമ്മൾ മിറർ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന് ഇത്ര നേരം സംസാരിക്കും, ഒരു 2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നിങ്ങളെ മിറർ ചെയ്യും, നിങ്ങൾ കുറച്ച് എന്നെ മിറർ ചെയ്യും. ശരി. സിനിമയ്ക്കകത്ത് ഇരുട്ടുള്ള റൂമിൽ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നായകൻ്റെ ഇമോഷൻ നമ്മുടെ ഇമോഷനാവും,
കുറച്ച് നേരത്തേക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ നായകൻ്റെ ബ്രെയിനായി മാറി. തീർച്ചയായിട്ടും ഇതാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ആ ഒരു മൊമെൻ്റ് കൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ ബ്രെയിൻ ആസച്ച് നോക്കിയാൽ ബ്രെയിൻ സ്റ്റോർസ് എവറി ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ പോലും വിടില്ല, വിട്ടുകളയുന്നില്ല. ഈ കണ്ട സാധനം മുഴുവൻ ഞാനായി അതിനകത്ത് കയറി എൻ്റെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഇനി എൻ്റെ തോട്ട് പ്രോസസ്സ് ഓരോ സിറ്റുവേഷൻ എൻ്റെ ലൈഫ് വരുന്ന സമയത്ത് നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോർഡ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ബ്രെയിൻ ആ ചിന്തകൾ നമുക്ക് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇതും സ്റ്റോർഡ് ഡേറ്റയ്ക്കകത്തുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ഒരാൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവനെതിരെ ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കുമ്പോൾ ഈ ഡേറ്റയും പുറത്തു വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവിടേക്കും ചുറ്റിക്കെടുത്ത് അവൻ തലക്കടിച്ചേക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വയലൻസ് അത്രമാത്രം ഭീകരമായിട്ട് അത് ഈ നമ്മളുടെ സയൻസിൽ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇൻറ്റൻസായിട്ട് ഇമോഷണലി നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അത്രയും പവർഫുള്ളായിട്ട് ബ്രെയിൻ അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ എനിക്കറിയില്ല, ഇത് ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെ ഒരു സബ്ജക്റ്റിന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി. നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഇത് തന്നെ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്നത് വേറെ. പിന്നെ ഈ ഞാൻ പറയായിരുന്നേ ഇപ്പം സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ മിഥുനം എന്ന് പറഞ്ഞ സിനിമ, ഞാനിപ്പോൾ സിനിമ വെച്ച് പറയാം, അപ്പോൾ കുറച്ചുകൂടി ആൾ കേൾക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും. മിഥുനം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന മോഹൻലാൽ, ദാക്ഷായണി ബിസ്ക്കറ്റ്സ്, ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ 10 ലക്ഷം പേരാണെന്ന് കണ്ടെന്ന് വെച്ചോളൂ. ഈ 10 ലക്ഷം പേരും മോഹൻലാലിനൊപ്പമാണ്. 10 ലക്ഷം പേരും മോഹൻലാലിനൊപ്പമാണ്. അതിൽ കൽപ്പണിക്ക് പോകുന്നവനുണ്ട്, വാർക്കപ്പണിക്ക് പോകുന്നവനുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, പോലീസ് ഏമാന്മാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, സർക്കാർ സേവകരുണ്ട്. ശരിയല്ലേ? ഈ 10 ലക്ഷം പേരിൽ ഇവരെല്ലാം മോഹൻലാലിനൊപ്പം. പക്ഷേ എന്ത് പരിപാടി കാണിക്കുന്നത്, മറ്റവന് പെർമിഷൻ കൊടുത്ത ദാക്ഷായണി ബിസ്ക്കറ്റ് ഇല്ലേ നമ്മളെല്ലാം. എന്നിട്ട് ഇവൻ പിറ്റേ ദിവസം മുതൽ ഓഫീസിൽ പോയിട്ട് ചെയ്യുന്ന എന്തുവാ? ഇതേ വില്ലേജ് ഓഫീസിലും ഇതേ സർക്കാർ സ്ഥാപനത്തിലും പോയിട്ട് ഇവൻ ചെയ്യുന്ന എന്തോന്നാ? മറ്റേ പോയിന്റില്ല. അവിടെ മോഹൻലാലിൻ്റെ മറ്റേ ഇവർ ഫാക്ടറിക്ക് ലൈസൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചവൻ, മോഹൻലാലിന് വേണ്ടി അയ്യോ എന്ന് പറഞ്ഞവൻ പിറ്റേ ദിവസം ഓഫീസിൽ പോയിട്ട് ചെയ്യുന്നത്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരു വലിയ വിഭാഗം. അതെന്ത് സ്വാധീനമാണ്. ഇനി വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ഇവിടുത്തെ എല്ലാ പ്രവാസിയുടെയും കണ്ണ് തുറപ്പിച്ച സിനിമയാണ്. വരുമ്പോൾ ഭയങ്കര ആനയാണ്, കുറച്ചാൾ കഴിയുമ്പോൾ പയ്യെ എന്നാ തിരിച്ചു പോണേ, അവൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ പതുക്കെ അങ്ങനെ നമ്മൾ ഇപ്പല്ല അന്ന് കണ്ടിരിക്കുന്ന പ്രവാസികൾ അങ്ങനെയാണ്. ഒരു ബസ് ഇവിടെ തുടങ്ങിയത് മാത്രമാണ് അയാൾ ചെയ്തിരിക്കുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത്. ഒരു ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു, അയാളെ ഇട്ട് എന്ത് പൂട്ടുന്നത്. എന്ത് മനോഹരമായ സിനിമയാണത്, എന്ത് ബ്യൂട്ടിഫുൾ സിനിമ, ഇന്നും കണ്ടാൽ കൊതിയാവുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഞാൻ സ്വാധീനം എന്ന് പറഞ്ഞ മാറ്റർ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ അന്ന് സ്വാധീനിച്ച ആൾക്കാർ നാളെ മുതൽ കൊയ്യോ എന്നാൽ പിന്നെ നമ്മുടെ മുമ്പിൽ കരച്ചിലും കണ്ണീരുമായിട്ട് വരുന്ന ഒരാളെ നമ്മൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണടച്ചേക്കാം അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 1/2 സെൻറ്റിമീറ്റർ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവരെ നടത്തിക്കേണ്ട തീരുമാനിക്കുന്നില്ലല്ലോ അങ്ങനെ അല്ലേ. നമ്മളീ സംസാരിക്കുന്നത് മരടിൽ ഫ്ലാറ്റ് പൊളിച്ച അതേ നാട്ടിലിരുന്നിട്ടാണ്. 700 കുടുംബങ്ങൾ ശിഥിലമാക്കി കളഞ്ഞ നിയമവ്യവസ്ഥതയും കയ്യടികളും ആരവങ്ങളും ഉണ്ടായിരുന്ന ഒരു നാട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളപ്പോൾ എന്ത് സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇവിടെ എന്ത് സംസ്കാരം ഉണ്ടെന്നാണ് പറയണേ? നമുക്കിന്ന് ഒരു സംസ്കാരമില്ല ചെയ്യട്ടെ. അതിനകത്തൊന്നും നമ്മൾ യാതൊരു ദുഃഖിക്കേണ്ട കാര്യം. അതേ പറഞ്ഞു നമ്മളുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന പാളിച്ച എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. പാളിച്ചയെന്നേ പറയാൻ പറ്റുള്ളൂ. അഡോൾസെൻസ് എന്ന് പറയുന്നൊരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്, അത് കാണണം എല്ലാവരും. നമ്മുടെ കുട്ടികളിൽ വരുന്ന മാറ്റം. നമുക്കിപ്പോഴും 13 വയസ്സുകാരൻ കുട്ടിയാണ്, അവൻ കുട്ടിയല്ല. അവനിൽ നമ്മുടെ പണ്ടത്തെ 13 വയസ്സല്ല ഇന്നത്തെ 13 വയസ്സ്. അത് കാണണം. മനോഹരമായി നമുക്ക് അത്രയും കണ്ണു തുറപ്പിക്കലുകൾ സംഭവിക്കുന്ന സിനിമകൾ ഒരു വശത്ത് ഒരുങ്ങുന്നുണ്ട്, അത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സീനിൽ ഈ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നൊരു സാധനമുണ്ട്, ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ആൻസർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നോ കമൻറ്റ് എന്നാണ് പറയേണ്ടത്. സിസ്റ്റം അവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നീ എന്ത് വിടുവായത്വം വിളിച്ച് ആ രീതിയിൽ ട്രെയിൻ ചെയ്തിരിക്കുക. അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു 2021 US പോയപ്പോൾ ഡിസംബർ 28 ഒരു ആപ്പിൾ വാച്ച് മേടിച്ചു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വർഷം തീരുന്നതിന് മുമ്പ് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ US നിന്ന് ഞാൻ വാങ്ങിക്കുന്ന ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഹ്യൂസ്റ്റണിൽ നിന്ന് ഞാൻ ഈ വാച്ച് മേടിച്ചു.
നെക്സ്റ്റ് ജനുവരി 3 ആയപ്പോൾ ഞങ്ങൾ മയാമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ബൈ റോഡ് മയാമി എത്തി, അതായത് 6 സ്റ്റേറ്റ് അപ്പുറത്ത് എത്തി. അവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ കാനഡയിൽ നിന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് എപ്പോഴും ഒരു ജനുവരി 14 ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ നിന്നെ ഒരു കാര്യം കാണിക്കാൻ ഞാൻ വിട്ടുപോയി, നിൻ്റെ കയ്യിലെ വാച്ച് കണ്ടിട്ട് ഞാൻ അതുപോലൊരു വാച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു എവിടെ? ഞാനിത് കാണിച്ചപ്പോൾ പറയും, എടാ നീ അല്ലാതെ ഇത് വാങ്ങിക്കുമോ, നീ ഒരു വാക്കെന്നോട് ചോദിക്കണ്ടേ? ഞാൻ എന്ത് പറ്റി? എടാ ഈ മോഡൽ ചേഞ്ച് ആയല്ലോ, പുതിയ മോഡൽ വന്നല്ലോ, എടാ നീ എന്ത് പൊട്ടത്തരമായി കാണിച്ചത്, എന്നോടൊരു വാക്ക്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ എടാ ഞാൻ നിൻ്റെ കണ്ടിട്ട്, അവൻ എൻ്റെ കണ്ടിട്ട് ചേട്ടാ ഞാൻ 1.5 വർഷം മുമ്പ് മേടിച്ചതല്ലേ, ഇപ്പോൾ സിസ്റ്റം മാറിയില്ലേ, പുത്തൻ വാച്ച്, നീ അമേരിക്ക വരെ വന്നിട്ട് നീ എന്ത് എന്നാണ് ഇത് മേടിക്കണമെങ്കിൽ ഓക്കെ, ഇവിടെ ഈ അമേരിക്ക ഇതിൻ്റെ നാട്ടിൽ വന്നിട്ട് നീ ഇത് പഴയ മോഡൽ മേടിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നീ എന്നാ മേടിച്ചത്? ഞാൻ 28 ചേടാ നമ്മളിപ്പോൾ നിൽക്കുന്നത് 14 എന്ന് വെച്ചാൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്താൽ തിരിച്ചു തരണം എന്നാണ്. ഐ മീൻ നിയമമുണ്ടല്ലോ അമേരിക്കയിൽ. എന്ത് സാധനവും ഡ്രസ്സ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, 14 ദിവസമുണ്ട് നിങ്ങൾക്കത് ഉപയോഗിച്ച്, നിങ്ങൾക്കത് വേണോ വേണ്ടേ കൊണ്ടു കൊടുത്താൽ അത് ബില്ലടക്കം അതേ കാശ് തിരിച്ചു വരും. മനോഹരമായ സിസ്റ്റം എന്നാലോചിക്കണം. അപ്പം ഞാനീ പറയുന്നത് 17 ദിവസം കഴിഞ്ഞു. അവൻ പറഞ്ഞു എടാ നീ ഇനി എന്നാ ഹ്യൂസ്റ്റണിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഹ്യൂസ്റ്റണിൽ നിന്നാണ് എനിക്ക് തിരിച്ച് ഫ്ലൈറ്റ്. ഞാൻ ഹ്യൂസ്റ്റണിലെത്താൻ പോകുന്നത് 21 നടക്കൂലടാ. ശരി, അങ്ങനെ അത് കഴിഞ്ഞു. എനിക്ക് ഇതൊരു വിഷമമായി കിടക്കുക. ഞാനിത് കെട്ടുന്നില്ല കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനവിടെ ചെന്നു. പിറ്റേ ദിവസം ഫ്ലൈറ്റാണ്, 20 അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ തലവൻ്റെ പ്രൊഡ്യൂസർ അരുൺ നാരായണൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്കൊന്ന് വാങ്ങിച്ച കട വരെ ഒന്ന് പോയി നോക്കാം. അപ്പം പറഞ്ഞാൽ ഓടിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇവിടുന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം കടയിൽ കയറാൻ, അല്ലാണ്ട് എല്ലാവർക്കും ചെന്ന് അവിടുത്തെ കടയിൽ കയറാൻ പറ്റില്ല. ഒരു ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ ഒരു കടയിലോ നമുക്ക് വെറുതെ നടന്ന് കയറാൻ പറ്റില്ലല്ലോ. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ സമയത്ത് ചെല്ലാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു 11 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ഈ വാച്ച് വാങ്ങിച്ചിട്ട് 22 ദിവസം കഴിഞ്ഞു. ചെല്ലുന്നു, നമ്മുടെ ഒരു ലേഡിയാണ് ഒരു വന്നു, യെസ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പം നമ്മൾ പറഞ്ഞു മാം ഞാനിങ്ങനെ ഒരു വാച്ച് ഇവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മയാമിയിലേക്ക് ട്രാവൽ ചെയ്തു. അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞ് പുതിയ മോഡൽ വന്നു എന്നുള്ള കാര്യം. വിളിച്ച് എന്നാ മേടിച്ചത്? 28 കഴിഞ്ഞ മാസം. ഞാൻ പറഞ്ഞു, അവർ ആലോചിക്കുമ്പോൾ തന്നെ ഇന്ന് 22 ദിവസമാണ്. ഓക്കെ. അവർ ചോദിച്ചു വേർ ഇസ് ദ ബിൽ? ഇതാണ്. നിങ്ങൾ ഏത് വാച്ചിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിലേതാണെന്ന് നോക്കിക്കോളൂ. നോക്കി, അല്ല മാറ്റാം. യു ചൂസ് വിച്ച് വൺ യു വാണ്ട്. നമ്മളിത് ഉപയോഗിച്ചോ, നമ്മൾ താഴെ വിട്ട് പൊട്ടിച്ചോ, നമ്മൾ വെള്ളത്തിൽ പോയോ, നമ്മൾ എന്തിനാ ഇത് മാറ്റുന്നത്? ഈ കഥയൊന്നുമില്ല. അവൻ ജസ്റ്റ് വാച്ച് തിരിച്ചും മറിച്ചും നോക്കി, അത് ഓടുന്നുണ്ട്, ബില്ലടക്കം അങ്ങനെ വാങ്ങിച്ച് അകത്തേക്ക് പോയി. ഇഷ്ടമുള്ള പുതിയ വാച്ച് എടുത്തോളം പറഞ്ഞു. ഈ രാജ്യത്തിന് നമ്മൾ ഇങ്ങനെ സല്യൂട്ട് അടിക്കും. അത് രാജ്യത്തിനല്ല ഞാൻ പറഞ്ഞു, അല്ല ഭരണാധികാരി അങ്ങനെയൊന്നും കാണണ്ടേ, സിസ്റ്റത്തിന്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യനെ വിശ്വസിക്കുക. നിങ്ങൾ അത്രേ ഉള്ളൂ. നമ്മളിവിടെ നുണ വല്ലതും പറഞ്ഞോ? ഇല്ല. വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നടന്ന സംഭവം പറഞ്ഞിട്ടുള്ളൂ. അതവർ വിശ്വസിക്കുകയാണ്. ശരി, നീ പറഞ്ഞതായിരിക്കും, കാരണം നീയാണ് എൻ്റെ ഗോഡ്, യു ആർ മൈ കസ്റ്റമർ. നിന്നെ ബഹുമാനിക്കാനാണ് എനിക്ക് ശമ്പളം തരുന്നത്. നേരെ മറിച്ച് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ചേട്ടാ ഒരുത്തം വന്നിട്ടുണ്ട് കേട്ടാ, ഞാനേ സംസാരിക്കുന്ന പോലെ കാണിക്കാം, കൊടുക്കണ്ട കേട്ടോ, സമ്മതിക്കണ്ട. മുതലാളിയെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു പ്രാവശ്യം കൊടുക്കരുത്, അവരെന്താ വെള്ളത്തിൽ പോയി വാച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാൽ ഇതല്ലേ സംഭവിക്കുക, ഞാൻ കണ്ടാൽ തന്നെ കള്ളലക്ഷണമുണ്ട്, ഇതൊക്കെ പറയും നമ്മൾ, കൊടുക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം സജീവട്ടെ, അത് എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ സിനിമകളിലൂടെയും ഞാൻ ചെയ്യുന്ന ഒരു ടോക്കിലൂടെ ആണെങ്കിൽ പോലും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ആ ഒരു വലിയ ആളാവാന്നുള്ളതല്ല, വലിയ പണക്കാരനാവാന്നുള്ളതല്ല, അല്ലെങ്കിൽ വലിയ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റൊരു മനുഷ്യൻ മാറേണ്ട ഒരു സാഹചര്യം അത് ഇവിടെ അതിക്രമിച്ചു. അത് നമ്മുടെ സ്കൂളിങ്ങിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വലിയ വമ്പൻ വിജയം ഉണ്ടാക്കിയ സിനിമകൾ മാർക്കോ, എംപുരാൻ, ലൂസിഫർ, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ ഒരാൾ, ഇപ്പം ഞാൻ മറ്റ് ഇപ്പോൾ ജിഷോ അല്ലാതെ കൂടുതൽ ആൾക്കാർ അതിലേക്ക് ഇൻസ്പയർ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനകത്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂവിന് കുറവുണ്ടാവുമെന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. ഈ അടുത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വലിയ കൊലപാതക പരമ്പര ഉണ്ടായ ദിവസം, ഈ 1.5 മാസം മുമ്പ് അറിയാമല്ലോ. അപ്പോൾ ഞാൻ സ്ഥലവും പറയുന്നില്ല, നമുക്കറിയാം 5 കൊലപാതകങ്ങൾ ഒരു ദിവസം നടന്ന ദിവസം. ആ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജാണ്,
നിങ്ങൾ ചെയ്ത പോലത്തെ സിനിമകളിവിടെ മിസ്സാവുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ ടോപ്പിക്ക് പൊങ്ങി വരുന്നത്. അതായത് സിനിമ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ചർച്ച ചാനലുകളിൽ നടക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരം സിനിമകളിവിടെ മിസ്സാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എക്കാലവും ത്രില്ലർ കൊണ്ട് ആൾക്കാർ ഹാപ്പി ആവുന്നുള്ളത്. എത്ര നാൾ നമ്മൾ ത്രില്ലർ പറയും? പുതിയ ഞാൻ പറയട്ടെ, ഇതിനിടയിൽ കൂടെ ഹിറ്റ് കുറേ ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ എത്ര ക്ലാസിക്, എത്ര മനോഹരമായ സിനിമയാണ് അല്ലേ. മധുരം എന്നൊരു സിനിമയുണ്ടായിരുന്നു, മധുരം നല്ല സിനിമയാണ്. ജയ് ജയ് ഹേ, ജാനേമൻ, ചെറിയ സിനിമകളല്ലേ, ചെറിയ സിനിമയല്ലേ, എന്ത് ഹിറ്റായിരുന്നു, എത്ര പേര് അത് സ്വാധീനിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായ സ്ത്രീപക്ഷ സിനിമയായിരുന്നു ജയ് ജയ് ഹേ. എത്ര മനോഹരമായിട്ടാണ് അവരാ പറഞ്ഞത്. നീ കൊടുത്തിട്ട് വേണോടാ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. അല്ലേ, ഇത്ര എപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ് അതൊക്കെ, എപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്. 2024 വരെ അല്ലെങ്കിൽ 23 വരെ വേണ്ടി വന്നു ആ ചോദ്യം ചോദിക്കാൻ, നമ്മൾ സിനിമയിലൂടെ തുറന്ന് ചോദിക്കാൻ. കാര്യം ആദാമിൻ്റെ വാര്യരിലൊക്കെ മറ്റേ ഈ സാറ് തുടങ്ങി വെച്ചാണ്, KG ജോർജ് സാറ് അന്ന് തുടങ്ങി വെച്ച പരിപാടിയാണ്. അല്ല, ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു വലിയൊരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, പ്രത്യേകിച്ച് ഇന്നത് ആവശ്യമാണല്ലോ. ഈ മയക്കുമരുന്നിൻ്റെയും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ആളിനെയും കൊന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. പണ്ടൊന്നും ചിന്തിക്കാത്ത ആരും എന്നാൽ പിന്നെ അവനെയും കൊന്നുകളയാം. ഒരു ഇപ്പോൾ സിനിമകളിൽ തന്നെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടൈപ്പ് ഓഫ് സിനിമകൾ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ടാവാം. പക്ഷേ അതിനകത്ത് ആ മെസ്സേജിങ്, ഇത് നമ്മൾ സബ്ലിമിനൽ മെസ്സേജിങ് എന്നൊക്കെ പറയാം. ഡയറക്റ്റായിട്ട് പറയണമെന്നൊന്നുമില്ലല്ലോ, ചുമ്മാ തമാശയായിട്ട് കാഷ്വലായിട്ട് പറയുന്ന കാര്യങ്ങൾ പിന്നീട് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ സിനിമ കാണുന്ന ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒത്തിരി മെസ്സേജുകളുണ്ട്. അവനെ കൊന്നു കളഞ്ഞാലോ, അങ്ങനത്തെ അത് കോമൺ ആണ്. അതേപോലെ നിരവധി കാര്യങ്ങൾ. ഇത് ശരിക്കും എത്രയൊക്കെ സിനിമാ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സിനിമയ്ക്ക് എത്രമാത്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നത് സിനിമയുടെ ഒപ്പം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുമില്ല. കാരണം ഇത്രയും മാസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും ആൾക്കാരെ ഒരിടത്ത് കൊണ്ടുവരാൻ പറ്റുന്ന, അവരെ ഒരു 2-3 മണിക്കൂർ ഒരൊറ്റ സാധനത്തിൽ അറ്റൻഡ് ചെയ്ത് ഇരുത്താൻ പറ്റുന്ന വേറൊരു സാധനം ലോകത്തില്ലല്ലോ. ഇല്ല. പക്ഷേ അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, സിനിമ കൊണ്ട് മാത്രം ഒരാളെ വളരെ നല്ലവനും സിനിമ കൊണ്ട് മാത്രം ഒരാളെ വളരെ മോശക്കാരനുമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയിലൂടെ നിങ്ങൾക്കൊരു അറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കാം. ഇല്ല, സിനിമ കൊണ്ട് മാത്രം ഒരാൾ മോശക്കാരനൊന്നാവില്ല, ബേസിക്കലി സെൻസ് ഇപ്പോൾ. പക്ഷെ അവിടെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ വൾണറബിൾ ക്ലാസ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടല്ലോ. അതായത് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവന് പല കാര്യങ്ങളും അവൻ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല. പലതും അവൻ എഗനിസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ സമയത്ത് അവന് എവിടെ പോകണം എന്നറിയില്ല, അവന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആളില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി പോയിട്ട് കാണുന്നൊരു സിനിമ, ഒരു പക്ഷേ ആ സിനിമയിൽ അവന് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബിക്കം എ റിബൽ. ഈ സമൂഹം ഇങ്ങനെയാണ്, ഈ ലോകം ഇങ്ങനെയാണ്, ഇവിടെ തിന്മയാണ് ഭരിക്കുന്നത്, തിന്മയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ചില നെഗറ്റീവ് ഫോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ അണ്ടർവേൾഡാണ് ഇതിൻ്റെ മൊത്തം. എനിക്കറിയാവുന്ന ഒരാൾ, സാധാരണക്കാരനായ ഒരു വ്യക്തി, ഈ എറണാകുളത്തുള്ളൊരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ ഫാനായിട്ട് അയാളുടെ പിന്നാലെ പോയി. അപ്പം ഇവൻ ജനിച്ചു വന്ന സാഹചര്യമൊക്കെ നല്ല സാഹചര്യത്തിൽ വന്നവൻ. പക്ഷെ ഇവൻ ആക്ച്വലി ആസച്ച് ഇവൻ കുട്ടിക്കാലം മുതൽ വൾണറബിൾ ആയിരുന്നു. അപ്പോൾ അവൻ കണ്ട ഒരു പക്ഷേ അവന് കിട്ടിയ മെസ്സേജിങ് എവിടെ നിന്നും കിട്ടിയിട്ടുള്ള മെസ്സേജിങ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്, അല്ലാതെ കാര്യമില്ല. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നല്ല പറയുന്നത്. പക്ഷേ ഒരു വൾണറബിൾ ക്ലാസ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ വൾണറബിൾ ക്ലാസ് ആണ് പലപ്പോഴും വലിയ വിപത്തുകൾ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ഈ ടെൻഡൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ടേ, അല്ല സജീവട്ടെ. അപ്പോൾ ബേസിക്കലി ജന്മനാ ഉള്ളൊരു വാസന എന്ന് പറയുന്ന പരിപാടി, ഈ വാസന ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിൻറ്റിങ് നോക്കി നിൽക്കാൻ തോന്നുന്നു, മണിക്കൂറുകൾ നോക്കിക്കുന്നുണ്ടല്ലേ ചില സീനറിയിലേക്ക് നോക്കിക്കുന്നുണ്ടല്ലേ. എന്നാൽ നമുക്കെന്താ അങ്ങ് നിൽക്കാൻ പറ്റാത്ത. ഇപ്പോൾ എന്നോടൊരു പെയിൻറ്റിങ് കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മണിക്കൂറുകൾ നോക്കി നിൽക്കണം എന്നില്ല, ഞാൻ കണ്ട് ആസ്വദിക്കുമായിരിക്കും. എൻ്റെ മക്കൾ 2 പേരും വരയ്ക്കുന്നവരാണ്, ചിലപ്പോൾ ആസ്വദിക്കുമായിരിക്കും. നേരെ മറിച്ച് ഒരു ആന നിൽക്കുന്ന കണ്ടാൽ ഞാൻ ചിലപ്പോൾ ഒരു 5 മണിക്കൂർ അവിടെ അങ്ങനെ നിൽക്കും. എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണവരെ നിൽക്കും. അതെൻ്റെ
ജന്മവാസനയാണ്. എനിക്ക് അതിനോടുള്ള ക്രൈസാണ്. തലവൻ ഷൂട്ട് നടക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയമാണ്. ബിജു മേനോൻ സെറ്റ് ചെയ്യുന്നു, തലശ്ശേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോവാണ്. പൂരത്തിൻ്റെ അന്ന് പോകണമല്ലോ. പോകുമ്പോൾ പിറ്റേ ദിവസം പൂരത്തിന് അണിനിരക്കുന്ന ആനകളുടെ ഫോട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ബിജുമോനം വന്നിട്ട്, എടാ ഞാനേ അത് കുറച്ച് പേരെ റൂമിൽ വന്നിട്ട്, നീ എന്ത് പറ്റി നിനക്ക്, നീ എന്തെങ്കിലും ഫോട്ടോ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, തലശ്ശേരി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നാളെ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്ന ആനകളുടെ നിരത്തിയുള്ള ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ വന്നിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറേ ആനകളുണ്ട്. അപ്പോൾ ബിജുമോനം പറയടാ നിനക്ക് തലയ്ക്ക് ഭ്രാന്താണോടാ, ഇതിനകത്ത് എന്താണ് ഇത്ര നോക്കി നിൽക്കാറുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു വാസനയാണല്ലോ, ടേസ്റ്റ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടേസ്റ്റുള്ള ഒരാളെ ആ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ ഒരു പക്ഷേ സഹായിക്കും. തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ വൾണറബിൾ ക്ലാസ് പറഞ്ഞത്. അത് പോസിറ്റീവും നെഗറ്റീവും ആവും. അതെ. പക്ഷേ കൂടുതലും ഈ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം നേരത്തെ ജിസു പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഭരതം എന്നുള്ള സിനിമ എടുത്ത് നോക്കിയാൽ അതിനകത്ത് വലിയൊരു ക്രൈം പോലെയാണ് നെടുമുടിയോടും അതിനകത്ത് മദ്യം കഴിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അന്ന് അത് കാണുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞത് നല്ല കാര്യമൊന്നും അല്ല, സമൂഹത്തിൽ അക്സെപ്റ്റഡ് നോം അല്ല എന്നുള്ളതാണ്. സപ്പോസ് സമൂഹത്തിൻ്റെ അക്സെപ്റ്റഡ് നോം സ്മഗ്ലിങ്ങും, സമൂഹത്തിൽ തിന്മ കൊണ്ട് മാത്രമേ ഇനി വിജയിക്കാൻ സാധിക്കൂ, തിന്മയാണ് ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള മെസ്സേജിങ് വളരെ ശക്തമായിട്ട്, അതും പ്രമുഖമായിട്ടുള്ള സിനിമകളിൽ കൂടെ വരാൻ തുടങ്ങിയാൽ ഇത് തീർച്ചയായിട്ടും ഒരു മേജർ പ്രോബ്ലം, ഒരു ക്യാവോസ് നമ്മുടെ ഈ കേരളത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം സജീവേട്ട, നമ്മളുടെ ബാല്യകാലം, ഇപ്പോൾ എൻ്റെയോ സജീവേട്ടൻ്റെയോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 35+ ആയിട്ടുള്ള ആൾക്കാരുടെ ബാല്യകാലമല്ല, അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ നമ്മൾ കളിച്ച് വളർന്ന രീതിയല്ല ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ തീർച്ചയായും എവിടെയാണ്? ഗ്രൗണ്ടിലാണ്, കളിസ്ഥലത്താണ്. അല്ല, ഒരുവിധപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങളും വാശികളും പിടിവാശികളും തമ്മിത്തല്ലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഫോം ആവുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇന്ന് അതില്ലല്ലോ. ഇവനിതെല്ലാം ഉള്ളിൽ അടക്കി വെക്കാനല്ലേ ശീലിക്കുന്നത്. പിന്നുള്ളതും മറ്റേ ഗെയിം അത്രേ ഉള്ളൂ. ആ ഗെയിമുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ എന്തെന്നാ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, എക്സാക്ട്ലി, ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ അവനെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പ്രേരിപ്പിക്കുന്ന, അവന് അത് കളിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്ന് തോന്നിക്കുന്ന ഒരു സംഗതിയിലതാണ്. ഒരാളെ തോൽപ്പിക്കയിലാണ് ഈ ഗെയിമുകളൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ സജീവേട്ടനൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇപ്പോൾ റെഗുലറായിട്ട്, ഞാൻ ആ പേര് പറയുന്നില്ല, ഇപ്പം ഞാനും വളരെ ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കഴിഞ്ഞൊരു 15 വർഷത്തിനുള്ളിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ തമിഴൻ, രാജസ്ഥാൻകാരൻ, ബോംബെക്കാരൻ, കേരളക്കാരൻ, പഞ്ചാബുകാരൻ, ലക്നൗകാരൻ, കൊൽക്കട്ടക്കാരൻ, നമ്മൾ ഇന്ത്യക്കാരായിരുന്നു. എവിടെയോ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പല വിധങ്ങളായ പരിപാടികളാണ് ഈവൻ സ്പോർട്സിൽ പോലും നമ്മൾ കാണുന്നത്, അല്ലേ? ഡെയിലി നമ്മൾ തമിഴിൻ്റെ ടീമിനെ തോൽപ്പിക്കണം, തമിഴിനെന്താ കൽക്കട്ടക്കാരനെ തോൽപ്പിക്കണം. നമുക്ക് സജീവന് തോന്നുന്നുണ്ടോ ഇതിന് വെറുതെ ഒരു പ്ലാനില്ലാത്ത പരിപാടിയാണ്? കൃത്യമായ പ്ലാനുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ് നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മളെ കല്ലെറിയും. വ്യക്തമാണത്. ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇനിയും ഇവിടെ ഇലക്ഷനുകൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഉണ്ട്. സോ ബോധമുള്ള മിനിസ്റ്റർമാർ ഉണ്ടാവുക, ബോധമുള്ള ഭരണാധികാരികൾ ഉണ്ടാവുക, അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, നമുക്ക് ഇവിടെ മെട്രോയ്ക്ക് സ്ഥലം എടുക്കുന്നതും ഹൈവേക്ക് സ്ഥലം എടുക്കുന്നതൊന്നും ഇപ്പോഴത്തെ മിനിസ്റ്റേഴ്സിന് ഭയങ്കര സ്പീഡിൽ ചേരി പാഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല. ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് ഇനി ആൾക്കാർ കുറച്ചും കൂടെ കംഫർട്ട്, അല്ലേ, വേറൊരു ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി മുഴുവൻ സഹിക്കുന്നത്, നമ്മൾ ഈ ട്രാഫിക് മുഴുവൻ സഹിക്കുന്നത്. ഈ മെട്രോയുടെ പണി നടക്കുമ്പോഴും ഹൈവേ എടുക്കുമ്പോഴും നമ്മളാണ് അടുത്ത നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത എല്ലാ രംഗത്തും വന്ന, പ്രത്യേകിച്ച് സ്കൂളിങ്ങിൽ അത് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുവരാവുന്ന ഒരു സാധനം, ഏറ്റവും മികച്ച സ്ഥലം എന്ന് പറഞ്ഞ സ്കൂളാണ്. പക്ഷേ ആ സ്കൂളിങ്ങിൽ ഇപ്പോൾ സജീവട്ട കഴിഞ്ഞ 1.5 മാസം മുൻപ് ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മൊബൈൽ ഫോണുമായി സ്കൂളിൽ വരുന്നു. ശരിയാണ്, സ്കൂളിൻ്റെ നിബന്ധനകളിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ, ഡെക്കോറത്തിൽ, ഡിസിപ്ലിനിൽ ഒരിക്കലും മൊബൈൽ ഫോൺ വിദ്യാർത്ഥി സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു കുട്ടി കൊണ്ടുവന്നു പോയി, എന്ത് ചെയ്തു? ആ മൊബൈൽ ഫോൺ പിടിച്ചു കാണിച്ചു, അവളെ പറഞ്ഞ് ടോർച്ചർ ചെയ്തു. നാളെ അച്ഛനമ്മേനെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു, എന്നാലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവളെ മാനസികമായി ടോർച്ചർ ചെയ്തു. അവളെന്ത് ചെയ്തു? അവൾ നേരെ അടുത്തുള്ള അവളുടെ വീട്ടിലേക്ക് പോകാതെ ദൂരെയുള്ള വൈപ്പിനെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അമ്പല മുറ്റത്തെ ആൽത്തറയിൽ പോയി വൈകുന്നേരം ഇരുന്നു. 8 മണി വരെ അവിടെ ഇരുന്നു. 8 മണി വരെ. 4 മണിക്ക് വീട്ടിൽ പോകേണ്ട കുട്ടിയാണ്. ഇവിടെ സ്കൂൾ മുഴുവൻ അന്വേഷണമായി,
മൊത്തം അന്വേഷണമായി, നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കായി, TV ന്യൂസ് വരാൻ തുടങ്ങി. 8 മണി 8:30 അവൾക്ക് തോന്നി ഇനി ഇവിടെ ഇരുന്ന പ്രശ്നമാണ്. അവൾ പതുക്കെ അവളുടെ സൈക്കിൾ എടുത്ത് പതുക്കെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുക. രാത്രി പെൺകുട്ടി 11:15 ഒരു ബൈക്ക് ഓടിച്ച് ഒരുത്തം പോകുന്നു. അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നു, മോനെ എവിടെ എത്തി? വന്നുകൊണ്ടിരിക്കുകയാണമ്മേ. നീ അറിഞ്ഞോടാ ഇങ്ങനെ ഒരു ന്യൂസ്, ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് പോയിട്ട് കിട്ടിയിട്ടില്ല. ഒരു അമ്മയ്ക്ക് പറയാൻ തോന്നുകയാണ് ഒരു മോനോട്. ആ മോൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇതാ സൈക്കിളിൽ പോകുന്നു. പതുക്കെ വണ്ടി വളച്ചിട്ട് നീ ആരാ ചോദിക്കുന്നു. അവൾ ഒറ്റ കരച്ചിൽ കരയുന്നു. അങ്ങനെയാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നത്. ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചൊരു ന്യൂസാണ്. എൻ്റെ മാത്രമല്ല ഒത്തിരി പേരുടെ. എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത്? സജീവട്ട ചേർത്ത് പിടിക്കേണ്ട സ്ഥലമല്ലേ സ്കൂള്? തള്ളിക്കളയാൻ ഇവിടെ 100 സ്ഥലങ്ങളില്ലേ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ പോട്ട മോളെ, അതിൻ്റെ കാരണം ഇതാണ്, ഇത് ചെയ്യരുത്. ഈ ഇനി ചെയ്യരുത് എന്ന് പറയുന്ന സാധനം, സാരമില്ല എന്ന് പറയുന്ന സാധനം, പോട്ടെ വിട്ടുകളാന്ന് പറയുന്ന സാധനം, എനിക്ക് തോന്നുന്നു ഇനി കാലം കുറച്ച് നാളത്തേക്കെങ്കിലും അണ്ടർലൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട വാക്കുകളായി. സാരമില്ലൊക്കെ പോട്ടെ, സാരമില്ലെന്നേ ശരിയാവും. ഇതല്ലേ കേൾക്കേണ്ടത്. അല്ലാണ്ട് അവൻ ഇത് മറ്റേത് എളുപ്പമല്ലേ? അത് കാടൻ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, സിദ്ദിഖ് സാർ എഴുതി വെച്ചല്ലോ. അത് കാടന്മാരുടെ നിയമമല്ലേ? കാടന്മാരുടെ നിയമമല്ലേ ഈ പറഞ്ഞ നമ്മൾ ഒരു കുറ്റം ചെയ്താൽ തള്ളി പുറത്താക്കുക, കല്ലെറിയുക. ഇത് പോട്ടേന്ന് പറയാനായിട്ടല്ലേ നമ്മൾ സ്കൂളിങ്ങിൽ നിന്ന് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എവിടെ അത് പറയാൻ പറ്റുന്നത്? ശരി. അങ്ങനെ വരുമ്പം ജിസ് പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത് ഈ വൾണറബിലിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവരെ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം സിനിമയാണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് അവരുടെ മാനസികാവസ്ഥ എത്താതെ നോക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്ബ്രിങ്ങിങ് കറക്റ്റ്. അത് എങ്ങനെയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള സംഭവം. ഈ ക്യാപ്റ്റൻ രാജുവേട്ടൻ അത്യാവശ്യം ഭയങ്കര സൗഹൃദമല്ല, ഞങ്ങൾ അയൽവാസികളായിരുന്നു, അറിയാം, ഇടയ്ക്കിടയ്ക്ക് പോയി സംസാരിക്കാറുണ്ട്. ഒരു ദിവസം എനിക്കൊണ്ട് 17 വർഷം മുമ്പ് ഞാൻ പാലാരിവട്ടത്ത് കൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു ആൾക്കൂട്ടം, അപ്പോൾ ഒരു വായനശാലയുണ്ട്. ഈ വായനശാലയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രസംഗം പാലാരിവട്ടം ജംഗ്ഷനിൽ നടക്കുകയാണ്. ക്യാപ്റ്റൻ രാജുവേട്ടനാണ് ഉദ്ഘാടകൻ. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാർ പോകുമ്പോൾ അടുത്തതായി ക്യാപ്റ്റൻ രാജു സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ മൈക്കിൽ വരും. അപ്പോൾ ഞാൻ വേഗം കാർ ഒതുക്കി. അന്ന് ഇത്രയും ട്രാഫിക്കൊന്നുമില്ല, ഞാൻ അവിടെ വണ്ടി ഒതുക്കി. രാജുവേട്ടൻ എന്താണ് പറയുന്നത്? പുള്ളി ഇങ്ങനെ ഘോര എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മൈക്കിൽ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് പറഞ്ഞതിന് പോകാനുണ്ട്, എൻ്റെ പൊന്നു കൂട്ടുകാരെ, കലാസൃഷ്ടികൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എല്ലായിടത്തും കുറ്റപ്പെടുത്തലുകളാണ്, പ്രത്യേകിച്ച് സിനിമ. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തത് ഏത് സിനിമ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ? രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് ഏത് സിനിമ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ? എനിക്ക് പറഞ്ഞു തരൂ. ഭയങ്കര കയ്യടി, ആർപ്പുവിളി. ഇന്നും എൻ്റെ ഉള്ളിൽ ആ ചോദ്യമുണ്ട്. ഇത് ചരിത്രമുള്ള കാലം മുതൽ, പുരാണത്തിൻ്റെ കാലം മുതൽ, എത്ര കാലം പുറകോട്ട് പോയാലും ഈ സംഗതികളൊക്കെ ഉണ്ടെന്നേ, ഈ സ്വാധീനിക്കലും നന്മയും തിന്മയും വെട്ടും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും ഒക്കെ അന്നും ഇന്നും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കാൻ ഈ പറഞ്ഞ പോലെ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മളൊരു കാറ് തെറ്റായിട്ട് ഓടിച്ചാൽ, ഒരു കാർ റോട്ടിൽ കൂടെ തെറ്റായിട്ട് ഓടിച്ചാൽ എന്താ ഓപ്പോസിറ്റ് വരുന്നവൻ എന്താ വിളിക്കുന്നത്? ആരാടാ നിനക്ക് ലൈസൻസ് തന്നു? നിന്റെ കാറാടാ ഡ്രൈവിംഗ് ഓടിച്ചു? നിന്റെ കാറാടാ പടച്ചു വിട്ടിരിക്കുന്നത്? എപ്പോഴും നമുക്കല്ല കുറ്റം. നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോകുമ്പോഴും കള്ളവണ്ടിക്കാണല്ലോ പ്രശ്നം. ട്രെയിനാണ് കുഴപ്പം. കള്ളവണ്ടി കയറി എന്ന് പറഞ്ഞ പോലെ ട്രെയിൻ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ കള്ളനല്ല, നമ്മളാണ് പക്ഷെ കയറിയത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു കോൺവെർസേഷൻ, ഇത് കുറേ ആൾക്കാരും കൂടെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പല വ്യൂസ് കേൾക്കാൻ പറ്റും. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, ഇപ്പം ജിസ്സൊക്കെ ചെയ്യുന്ന പോലത്തെ വർക്ക് ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം കുറേ സിനിമകൾ കാണുന്നുണ്ട് ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ്. പക്ഷെ അത് കൂടുതൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു വശത്ത് ജിസ് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു, അതായത് അപ്ബ്രിങ്ങിങ്ങിലുള്ള പ്രശ്നമുണ്ട്. അത് ഒന്ന് പലപ്പോഴും പേരൻസിന് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, സ്കൂളുകളിലെ സിസ്റ്റംസ് മാറിയോണ്ടായിരിക്കാം, മേ ബി കുട്ടികൾ സ്കൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന, ടീച്ചേഴ്സിന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വ്യത്യസ്തമായിരിക്കാം. പണ്ടുള്ള പോലെ അല്ല ഇന്നത്തെ രീതി. ഇപ്പോൾ ഗൂഗിൾ വെച്ചല്ലേ പിള്ളേർ പഠിക്കുന്നില്ല. മേ ബി അവിടെ പോകുന്നത് തന്നെ വേറെ എന്തെങ്കിലും ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയായിരിക്കും. അവിടെ ആ ഒരു എന്തായാലും ആ ഒരു ടൈപ്പ് ഓഫ് പഴയ ഒരു കെയറോ പഴയ ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ ആ പഴയ ഒരു രീതികളോ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല. ഇല്ല, അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൾണറബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതെ,
അവിടെ അത് സിനിമ പോലുള്ള മാധ്യമങ്ങൾ അത് ശരിയായിട്ട് ഉള്ള മെസ്സേജിങ് അല്ല ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സിറ്റുവേഷൻ വഷളായിക്കൊണ്ട്. അതെ 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 അതെ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതലായി കണ്ടുവന്നിരുന്നത്, ഇപ്പോൾ മിനിഞ്ഞാന്ന് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആംബുലൻസ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ആംബുലൻസിൻ്റെ ഡാഷ് ക്യാമറയിൽ കാണാം ഒരുത്തൻ സൈഡ് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ഒരു 3-4 കിലോമീറ്റർ ആയിട്ട് സൈഡ് കൊടുക്കുന്നില്ല, കയറ്റി വിടും. ബൈക്കാണോ? അല്ല, കാറ്. അതിപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു. അത് തന്നെ കഴിഞ്ഞ മാസം ചെയ്തിട്ട് അയാളെ ശിക്ഷിച്ചു. ആ ന്യൂസ് പുറത്തു വന്നതാണ്. ഒരു ആംബുലൻസ് ഇവിടെ 100 ലൈറ്റ് ഇട്ടിട്ട് വരിക, ഇവൻ എന്ത് ചെയ്ത സൈഡ് കൊടുക്കുന്നില്ല, കയറ്റി വിടുന്നില്ലെന്നേ. എന്ത് മനസ്സാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ത് മനസ്സാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മാത്രം. ഇപ്പം നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്ത ആളാണ് ആ വണ്ടി കിടക്കുന്നെങ്കിൽ പിന്നെ എന്നാൽ പോലും ചെയ്യാൻ പാടില്ലല്ലോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് ഇവന്? അപ്പോൾ ഇത് അപ്ബ്രിങ്ങിൻ്റെ പ്രശ്നമല്ലാതെ വേറെ എന്താണെന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റണ്ടേ. പിന്നെ അതുപോലെ സജീവട്ടെ, ഈ ഒരു കാലത്ത് ഒരു 15 വർഷം പുറകോട്ടുള്ള മലയാളി, വേണ്ട കുറച്ചും കൂടി കൃത്യമായിട്ട് തന്നെ 10 വർഷം പുറകോട്ടുള്ള മലയാളി, ഒരാളെ കളിയാക്കുക, ഒരാളെ അപഹസിക്കുക, ഒരാളെ തോൽക്കാൻ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുറച്ചിലും കുറവായിട്ട് കണ്ടിരുന്ന ഒരു സംസ്കാരമുണ്ട് നമുക്ക്, ഇല്ലേ? ഒരാളെ കളിയാക്കുക, പരസ്യമായിട്ടൊരാളെ ചീത്ത വിളിക്കുക, കുറേ പേരുടെ മുമ്പിൽ അവഹേളിക്കുക. ഇന്ന് ഈ സ്വന്തം മുറിക്കകത്തിരുന്നിട്ടേ ഇത് കേൾക്കുന്ന ഇൻ്റർവ്യൂ, നമ്മളിപ്പോൾ ഈ പറയുന്ന നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്ന ഇൻ്റർവ്യൂയാണ്. ഇതിന് താഴെയുള്ള കമൻസ് നോക്കൂ, അതിനൊരു വിഭാഗം ഇരിപ്പുണ്ടെന്നേ. അങ്ങനെ പറഞ്ഞാലേ എൻ്റെ ശ്രദ്ധിക്കൂ. അത് കറക്റ്റാണ്. അത് പറഞ്ഞേ, അങ്ങനെ എന്ത് വിഷയവും പണ്ട് നമ്മൾ പറയും അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം. ഇന്ന് 2 പക്ഷമല്ല, ഇന്നൊരു 20-25 പോയിന്റ് ഓഫ് വ്യൂ കാണാൻ പറ്റുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും കാരണം എല്ലാവർക്കും ഇന്ന് വോയിസ് ഉണ്ടല്ലോ. അത് പറഞ്ഞ എല്ലാവർക്കും വോയിസ് ഉണ്ട്, സോഷ്യൽ മീഡിയ വന്നതോടെ എല്ലാവർക്കും വോയിസ് ഉണ്ട്. ഇവരെല്ലാവരും മാന്യന്മാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഞാനും സജീവേട്ടനടക്കം ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നവർ വിചാരിക്കുന്നു ഞാനിടുന്ന കമൻറ്റാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഞാൻ നാളെ രാവിലെ മരട് ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ അവിടെ ചെല്ലും, പൊളിഞ്ഞ് വീഴുമ്പോൾ ഞാൻ കൈയടിക്കും, ഞാൻ ആരവം വയ്ക്കും, ഞാൻ വിസിലടിക്കും. കാരണം 10-600 പേരുടെ വീട് പൊളിക്കുകയാണ്. അതിന് മുമ്പ് ഈ മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതിന് മുമ്പ് ഇവിടെ എനിക്ക് തോന്നുന്നു 2010 മറ്റാണ് ഈ MG റോഡിൽ ജയലക്ഷ്മിയൊക്കെ ഉള്ള ഒരു അവർക്കൊക്കെ കുറച്ച് പോർഷൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും എന്തോ ഫ്രണ്ടിലപ്പോൾ അവർ ആ വാക്ക് വേയിലൊക്കെ ടൈൽസ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിച്ചു. ഓർമ്മയില്ല, അതാ മൂന്നാർ ഇഷ്യൂവിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. എക്സാക്ട്ലി. ആ സമയത്ത് ആൾക്കാർ വണ്ടിയൊക്കെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചേർത്തല ഇത് കാണാൻ വേണ്ടി വന്നിട്ട് അവിടെ നിന്ന് ആരവം മുഴക്കി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതെന്തായാലും പാർട്ട് ഓഫ് ദി ഗെയിമാണ്. എക്സാക്ട്ലി. ഇതെപ്പോഴും ബ്ലസ് ചേട്ടൻ്റെ കാഴ്ച എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ അതിൻ്റെ ഒരു പത്രപരസ്യം ഇങ്ങനെയായിരുന്നു: കാഴ്ച, ദുരന്തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ജനതയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ സിനിമ. നമ്മളെപ്പോഴും ദുരന്തം മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിഞ്ഞു വീണത് വേറൊരു സ്ഥലത്താണ്, എന്നെ ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ. ഈ 4 ദിവസം മുമ്പ് ബാങ്കോക്കിൽ 1600 പേരാ മരിച്ചു കേട്ടോ. 1600 പേര്. മനസ്സിലായോ? നമ്മളിപ്പോഴും കുരുങ്ങി കിടക്കുന്നത് ടൈറ്റാനിക് മുങ്ങിയിലൊക്കെയാണ്. നമ്മളിപ്പോഴും കുരുങ്ങി കിടക്കുന്നത് സുകുമാരക്കുറുപ്പ് കൊന്നു എന്ന് പറയുന്നിടത്താണ്. അതിനിപ്പുറത്തേക്ക് നടന്ന ദുരന്തങ്ങൾ നമ്മളിങ്ങനെ അടിവരയിട്ടിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ജിസ്നെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇപ്പം കുറച്ചുകൂടെ ഒരു സ്പിരിറ്റിൽ മുന്നോട്ട് വന്ന് ഈ പോസിറ്റീവ് മെസ്സേജിങ്ങിനൊക്കെ കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവീസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, പോസിറ്റീവ് ഡയറക്ഷനിൽ കൊണ്ട് ആൾക്കാരെ ആക്ട് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെസ്സേജിങ്ങാണ് നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത്. അത് കുറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും യുവ തലമുറയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന മൂവി ഇതുപോലെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? അതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആസിഫ് അഭിനയിക്കുന്നൊരു പടമാണ്. ബോബി സഞ്ജയ് ആണ് അത് എഴുതുന്നത്. പൂർണ്ണമായിട്ടും അവരുടെ സ്ക്രിപ്റ്റാണ്. തിരക്കഥ, സംഭാഷണം അവരാണ്. അപ്പോൾ അത് ഈ ഞാൻ പറഞ്ഞ ഫീൽ ഗുഡും കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ മൂവിയാണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ്. അത് ഷൂട്ട് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്മസിനോട് കൂടി റിലീസാവുന്ന വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ വളരെ എൻ്റെ ആംഗിൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് എൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ബിലീഫ്, നമ്മൾ പല മീഡിയയും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും
സിനിമ പോലെ ആൾക്കാരെ ഇത്രയും ഒരു 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 സമൂഹത്തിൻ്റെ സംസ്കാരം ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പറ്റുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ജിസ്റ്റോയി പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ആ എഫേർട്ട് കുറേ കൂടെ വലുതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യണം. കൂടുതൽ ആൾക്കാർ നിങ്ങൾ അതിൽ ഇൻസ്പയർഡ് ആയിട്ട് അത്തരത്തിലുള്ളൊരു മോഡലിലേക്ക് വരാൻ പറ്റും. ഈ ക്രൈമും വയലൻസും നടന്നോട്ടെ സിനിമകൾ, പക്ഷേ അതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു പോസിറ്റീവ് സെൻസിലുള്ള മൂവീസ് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും സംസാരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും. എനിവേ താങ്ക് യു ജിസ്റ്റോയ്. മൈ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.